ഹലോ ഫ്രണ്ട്സ്, എന്നോട് വോയിസ്ഡാണ് നമ്മൾ കാണാൻ പോകുന്നത് ബൊറുട്ടോ നാരുട്ടോസ് നെക്സ്റ്റ് ജനറേഷനിലെ എപ്പിസോഡ് നമ്പർ 193, 194, 195, 196, 197, 198 ഇത്ര എപ്പിസോഡ്സാണ്. അപ്പോൾ എപ്പിസോഡ്സ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ എപ്പിസോഡ്സൊക്കെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് നേരെ നമ്മളുടെ എപ്പിസോഡിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കുന്നത് നമ്മളുടെ നാരുട്ടോ, ഷിക്കമാരു, കൊനോഹമാരു എല്ലാവരും നമ്മളുടെ കവാക്കിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. കവാക്കി ഇവരെ കണ്ടതും ചാടി ഇറങ്ങി ഓടാൻ പോകുമ്പോൾ നമ്മളുടെ കൊനോഹമാരു ഷിക്കമാരും കൂടെ പെട്ടെന്ന് അലേർട്ടായിട്ട് ഷിക്കമാരു ഷാഡോ പാരലൈസിങ് ചെയ്തിട്ട് കവാക്കിനെ പിടിച്ചു മാറ്റുന്നുണ്ട് കൊനോഹമാരു. എന്നിട്ട് പറയുന്നുണ്ട് നാരുട്ടോനെ അറ്റാക്ക് ചെയ്ത്. നാരുട്ടോ പറഞ്ഞിട്ടാണ് വന്നത്, ഇല്ലെങ്കിൽ സംസാരിക്കാൻ ഒരു താല്പര്യമില്ല എന്ന രീതിയിലാണ് ഇവർ പറയുന്നത്. അങ്ങനെ നമ്മളുടെ കവാക്കിനെ പിടിച്ചു മാറ്റാണ്. നാരുട്ടോയായിട്ട് കവാക്കി സംസാരിക്കുകയാണ്. നാരുട്ടോ പറയാണ്, ഞാൻ ഈ വില്ലേജിൻ്റെ ഹൊക്കാഗെയാണ്. നിനക്ക് ഇതേതാ വില്ലേജ് എന്നറിയോ? ഇത് ലീഫ് വില്ലേജ് ആണെന്ന രീതിയിൽ പറയാണ്. എൻ്റെ പേര് നാരുട്ടോ ഉസ്മാക്കി എന്നാണെന്നും പറയാണ്. ഞാനിവിടുത്തെ 7th ഹൊക്കാഗെയാണെന്ന രീതിയിലും പറയാണ്. എനിക്കതൊന്നും അറിയേണ്ടെന്ന മട്ടാണ് കവാക്കിക്ക്. നാരുട്ടോനെ ഇങ്ങനെ പുച്ഛിക്കുന്ന കണ്ടിട്ട് നമ്മളുടെ ഷിക്കമാരു വിളിച്ചിട്ട് പറയാനേട്ടാ, ഇത് വേണോ? നമ്മളിങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഈ ചെറുക്കനൊരു എനിമി ആണെങ്കിലോ എന്ന്. അപ്പം നാരുട്ടോ പറയാണ്, എനിക്ക് 3rd ഹൊക്കാഗെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആരായിപ്പോയിടാ. നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ ഞാൻ എങ്ങനെ ആയിരുന്നു എന്ന്. ഞാൻ ഇങ്ങനെ ആവാനുള്ള കാരണം എന്താണെന്നും നിനക്ക് നന്നായിട്ടറിയാം. പിന്നെ നീ എന്തിനാ ഇങ്ങനെ തടസ്സം വയ്ക്കുന്നത്? കാരണം അവന് ചിലപ്പോൾ നന്നാവാനൊരു അവസരം നമ്മൾ കൊടുക്കാതെ പോയാൽ അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നോക്കാം അവൻ എന്താ എങ്ങനെയാണ്. ഇതല്ലേ നല്ല കാര്യം. കാരണം എനിമി ആണെങ്കിൽ ഒബ്സർവ് ചെയ്യാമല്ലോ എന്ന് പറയണം. നമ്മളെ ഷിക്കമാരോട് നന്നായിട്ട് മനസ്സിലായി. നാരുട്ടോട് അങ്ങനെ എങ്ങനെയൊന്നും ഇനി പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. ഇനി അവനെ മാറ്റണമെങ്കിൽ ഹൊക്കാഗെമാർ ബാക്കി കാഗെമാരെ വിളിക്കണമെന്ന്. അങ്ങനെ അത് പറയുമ്പോൾ അവരെല്ലാം ഞാൻ അറിയിച്ചിട്ടുണ്ട് 5 കാഗെ സമ്മിറ്റ് വെച്ചേക്കാണെന്ന് പറയണം. ഇവിടെ നമ്മുടെ കട്ടസുക്കെ വന്നിട്ട് എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കവാക്കി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കാമ അഥവാ കർമ്മ എന്ന് പറയുന്നൊരു സാധനമുള്ള ഒരാളാണ്. ഇതെന്താണെന്ന് ഇതുവരെ കാറയുടെ മെമ്പേഴ്സ് പറഞ്ഞിട്ടില്ല. അപ്പോൾ നാരുട്ടോയും എല്ലാവരും കൂടെ അന്വേഷിക്കാൻ ചെല്ലുന്ന സമയത്ത് കാവാക്കി അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കട്ടസുക്കയുടെ ലാബിൽ നിന്ന് ഇറങ്ങി ഓടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന വില്ലേജിൽ പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് ഇവൻ്റെ ബോഡിയിൽ ഒരു മൈക്രോ പ്ലാസ്റ്റിക് പോലത്തെ ഒരു എലമെൻറ്റിനെ കണ്ടുപിടിച്ചു. അതൊരു പ്രത്യേക സാധനമാണ്, നമ്മളുടെ ഡയമണ്ട് പോലെ ഇരിക്കും. അതെങ്ങനെയാ സാൻഡ് പോലെയാണോ എന്നൊക്കെ ഗാറ ചോദിക്കുമ്പോൾ അല്ല, അത് യഥാർത്ഥത്തിൽ ഒരു നമ്മളുടെ സയൻറ്റിഫിക് നിഞ്ച ടൂളാണ്. അത് അവൻ്റെ ബ്ലഡിലേക്ക്, അവൻ്റെ ശരീരത്തുള്ള രക്തത്തിലേക്ക് അലിയിച്ച് ചേർത്തേക്കാണ്. ചെറിയ സാധനമാണ്, നമ്മുടെ കടുകുമണീനേക്കാളും ചെറിയ സാധനമാണ്, പൊടി പോലെ. അത് അവൻ്റെ ബ്ലഡിൽ എല്ലാ സെൽസിലും RBC സെൽസിലും കയറിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ ബ്ലഡിന് ഓരോ കട്ട കണക്കുണ്ട്. ആ ഓരോ കട്ടയ്ക്കകത്തും കയറി പിടിച്ചിട്ടുണ്ട് ഈ സാധനം എന്നാണ് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇവൻ്റെ ബ്ലഡ് എത്രത്തോളം പുറത്തു വരുന്നോ അത്രത്തോളം ആ ഒരു സംഭവം അതുപോലെ ആവും. അത് അവൻ്റെ ബ്ലഡ് എടുത്ത് തന്നെയാണ് കട്ടസുക്കെ ടെസ്റ്റ് ചെയ്തതെന്ന് പറയുന്നത്. എന്താണ് നിന്റെ പ്ലാൻ എന്ന് റൈക്കാകെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് നാരുട്ടോ പറയണം, ഞാൻ വിചാരിക്കുന്നു അവൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒബ്സർവ് ചെയ്താലോ, എൻ്റെ മോനെ പോലെ ഞാൻ നോക്കിക്കോളാം, അഡോപ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നിൽക്കുന്നതെന്ന്. നീ എന്താ കാര്യമായിട്ട് നിനക്ക് വല്ല പ്രശ്നമുണ്ടോ എന്ന് ഗാറ ചോദിക്കുകയാണ്. അപ്പം നാരുട്ടോ പറയണം, അങ്ങനെയല്ല, ഒന്നാമത് എനിക്കൊരു കാര്യമെന്ന രീതിയിൽ പറയാൻ വരുമ്പോൾ കട്ടസുക്കെ പറയണം, ബൊറൂട്ടോയുടെ ദേഹത്തും ഇതേ സാധനമുണ്ട്. അതിന് ഈ ജിഞ്ചുറുക്കിനെ മാതിരിയാണോ എന്ന് അറിയത്തില്ല. കാരണം അത് അവനെ നന്നായിട്ട് വേദനിപ്പിക്കുന്നുണ്ട് നമ്മളുടെ ബൊറൂട്ടോനെ. അത് കട്ടസുക്കയ്ക്ക് മനസ്സിലായി, ബൊറൂട്ടോനെ നല്ലതായിട്ട് അത് വേദനിപ്പിക്കുന്നുണ്ടെന്ന്. പക്ഷെ അതുപോലെ അല്ല ഈ ചെക്കനെ കുറച്ചുകൂടെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെങ്ങനെ, അതെന്താ കർമ്മ എങ്ങനെ അവർ യൂസ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നാരുട്ടോ നിൽക്കുന്നതെന്ന് പറയണം. അപ്പം നമ്മളുടെ മിസ്സുക്കാക്കെ പറയണേടെ കൊച്ചു പയ്യന്മാരെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ജുത്സു ആണ് തോന്നുന്നത്. അപ്പം അത് തന്നെയാണ് ഗാറയും പറയുന്നത്. ജിഞ്ചുറക്കിയും നമ്മൾ കാണുമ്പോൾ ടൈൽഡ് ബീസ്റ്റ് എത്ര ഭീകരനാണ്, പക്ഷെ അതിനെ യൂസ് ചെയ്യുന്ന രീതിയിൽ യൂസ് ചെയ്താൽ അത് കറക്റ്റായിട്ട് നിൽക്കുമെന്ന് നാരുട്ടോയും പറയണം. അതെ, നിനക്കും ടൈൽഡ് ബീസ്റ്റ് ആയിട്ട് തോന്നിയില്ലേ? എനിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റി. കാരണം നമ്മൾ രണ്ടുപേരും ജിഞ്ചുറക്കി ആയതുകൊണ്ട് അയക്കണം അങ്ങനെയും തോന്നുന്നു. കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഇവനെ കാണുമ്പോൾ ജിഞ്ചുറിക്കും ആ ഒരു സമയത്ത് ഇവരുണ്ടായിരുന്ന ഒറ്റപ്പെടലും അതുപോലെ ഇവനിപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കല്ലേ നമ്മളുടെ ആരൊക്കെ. ഓക്കെ, അതൊക്കെയാണ് ഇവർക്ക് തോന്നുന്നത്. ഓ, ഇവർ അങ്ങനെയാണ് കാണുന്നതെന്ന രീതിയിലാണ് ബാക്കിയുള്ളവർ നിൽക്കുന്നത്. അത് കാണുമ്പോൾ റൈക്കാകെയും പറയണം, ഞാനും കുറച്ച് നാളെ ജിഞ്ചുറിക്കിടെ കൂടെ നടന്നതായതുകൊണ്ട് എനിക്കും അത് ഫീൽ ആവുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല നാരുട്ടോ, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യും, പക്ഷേ വില്ലേജിൽ എന്ത് പ്രശ്നം നടന്നാലും ഞങ്ങളോട് പറയണം എന്ന രീതിയിൽ ഇവർ നിൽക്കണം. അതേസമയം നമ്മുടെ ബൊറൂട്ടോ തൻ്റെ ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സ് നാരുട്ടോയും കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴും എന്ത് ചെയ്യാണ്, ബൊറൂട്ടോയ്ക്ക് ആ കാര്യം ഓർമ്മ വരികയാണ്. അവൻ്റെ കയ്യിലെ പാടും കവാക്കിനെ നാരുട്ടോ പോയി കണ്ടെന്നുള്ള കാര്യമൊക്കെ ഇവിടെ കാഗെമാരോട് പറയണം. അവൻ വലിയ പ്രശ്നക്കാരനല്ല, എന്തോ ഒരു വലിയ പാസ്റ്റ് അവനുണ്ടെന്ന കാര്യം ഇവിടെ ഉറപ്പാണെന്ന് നാരുട്ടോ പറയണം. അങ്ങനെ കാഗെമാരെല്ലാം അവിടെ നിന്ന് പിരിഞ്ഞു പോവാണ്. നമ്മളുടെ ബൊറൂട്ടോനെ കാണിക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ഇത് തന്നെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കവാക്കിക്ക് ഇത് എങ്ങനെയാണെങ്കിലും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്, അവന് വേദന ഒന്നും തന്നെ ഇല്ല. അതെങ്ങനെ അവൻ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്? അവനോട്ടൊന്ന് സംസാരിച്ചാലോ? ഇനി ഒരിക്കലും അവനോട്ട് സംസാരിക്കരുതെന്ന് എനിക്ക് തോന്നുന്നു എന്ന് നമ്മളുടെ ബൊറൂട്ടോ പറയണം. എനിക്കിനി അവനെ കാണുമോ വേണ്ട, അവനെനിക്ക് കാണാനേ താല്പര്യമില്ലെന്നും പറഞ്ഞ്
നമ്മളുടെ ബൊറൂട്ടോ എന്ത് ചെയ്യണം, നമ്മളുടെ മൊഗിനോടെ വീട്ടിലേക്ക് പോകണം. അവിടെ നമ്മൾ ആമക്കുട്ടന് തീറ്റ കൊടുക്കാനാണ് പോകുന്നത്. കാരണം ആമക്കുട്ടന് തീറ്റ കൊടുക്കാതെ ബൊറൂട്ടോ ഏറ്റ കാര്യമാണല്ലോ. അങ്ങനെ ആമക്കുട്ടനുള്ള തീറ്റ അതും വാങ്ങിച്ചിട്ട് പോവാണ്. സോയാബീൻ ചങ്ക്സ് ആണെന്ന് തോന്നുന്നു. അതെന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ആമക്കുട്ടനാണെങ്കിൽ ബൊറൂട്ടോയുടെ കൈ വെച്ച് കടിച്ചു കൊടുക്കുകയാണ്. എനിക്ക് നിന്നെ ഇഷ്ടമല്ലടാ തെണ്ടി ചെറുക്കാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആമക്കുട്ടൻ അത് കഴിക്കുന്നുണ്ട്. ആദ്യം കുറച്ച് മടിച്ചാണ്, അത് വിശപ്പുള്ളതുകൊണ്ടാണ് കഴിക്കുന്നത്, നല്ല സ്നേഹം കൊണ്ടൊന്നുമല്ല. നിനക്ക് എന്താട്ടോ പ്രശ്നമെന്ന് പറഞ്ഞാൽ ആമക്കുട്ടനെ നോക്കുമ്പോൾ അവിടത്തേക്ക് നമ്മളുടെ കൊനഹമാർ വരുവാണ്. കൊനഹമാറോ, ബിഗ് ബ്രദർ നിങ്ങളോ, ചേട്ടാ നിങ്ങളെന്താ എവിടെയെന്ന് ചോദിക്കുമ്പോൾ എന്താണ് നീ ഇവിടെ കുരുത്തക്കേട് കാണിക്കാനോ, എന്തിനാ നീ മുകിനോട് വീട്ടിൽ കയറിയെന്ന് ചോദിക്കുകയാണ്. നിനക്ക് എങ്ങനെ അറിയാൻ ചോദിക്കുകയാണ്. അപ്പോൾ ബൊറൂട്ടോ പറയണം അവിടെയൊക്കെ നടക്കുമ്പോൾ സൂക്ഷിച്ചു, അവിടെയൊക്കെ പൊട്ടിയിരിപ്പുണ്ടെന്ന്. അങ്ങനെ നോക്കുമ്പോൾ വീണ്ടും അവിടെ ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്. ബൊറൂട്ടോയ്ക്ക് കൃത്യമായിട്ട് എല്ലാ സ്ഥലവും അറിയാം. നീ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു വട്ടം മുകിനോടെ കൂടെ വന്നിട്ടുണ്ടെന്ന് പറയണം. ഇതെന്താ എന്നോട് മുകിനോ പറയാത്തേന്ന് ചോദിക്കുമ്പോൾ മുകിനോ ഒരിക്കലും താങ്കളെ ബുദ്ധിമുട്ടിപ്പിക്കണമെന്ന് വിചാരിച്ചില്ല, അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് എല്ലാം തിന്നേ എന്ന രീതിയിൽ പറയാണ്. മുകിനോ എന്നാലും പാവാന്ന രീതിയിൽ പറയാണ്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മുകിനോനെ പറ്റി പറയാണെന്ന് പറയുന്നുണ്ടെങ്കിലും ബൊറൂട്ടോ എന്തോ അവിടെ വെച്ചത് നിർത്തുകയാണ്. നമ്മളുടെ കൊനഹമാർ നോക്കുന്നുണ്ട്. എന്തിനാ നീ വന്നതെന്ന് ബൊറൂട്ടോ ഒന്നുകൂടി ചോദിക്കുമ്പോൾ ഞാൻ ആമക്കുട്ടന് തീറ്റ കൊടുക്കാനായിട്ട് വന്നേ, ഞാനിവിടെ നിങ്ങളെ കണ്ടതിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്, നിങ്ങൾക്ക് ഈ സ്ഥലം അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതുവരെ വന്നിട്ടില്ല, ഞാൻ ഇതുവരെ അവൻ്റെ കാര്യം തിരക്കിയിട്ടില്ല. അവൻ എൻ്റെ കാര്യം എല്ലാം തിരക്കി, എനിക്ക് എല്ലാ പ്രശ്നത്തിനും കൂടെ നിൽക്കും. പക്ഷെ അവൻ്റെ കാര്യം തിരക്കാൻ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല, അവൻ എന്നോട് പറഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോൾ ഈ അവസ്ഥ എനിക്ക് മനസ്സിലാവും. താങ്കൾ ഒരുപാട് റിഗ്രറ്റ് ഒന്നും ചെയ്യേണ്ട, അത്ര അധികം പ്രശ്നമൊന്നും മുകിനോക്കില്ലായിരുന്നു. മുകിനോ ഹാപ്പി ആയിരുന്നു. മുകിനോട് ആഗ്രഹപ്രകാരമാണ് ഈ വീടെടുത്തത്. ആ സ്റ്റോൺ ഫേസ് ഉണ്ട്, അത് കാണാൻ വേണ്ടിയിട്ടാണ് മുകിനോ എന്ത് ചെയ്തത്, ഈ വീടെടുത്തെന്ന രീതിയിലൊക്കെ കുറേ കാര്യങ്ങൾ നമ്മളുടെ ബൊറൂട്ടോ പറഞ്ഞ് കരയാൻ തുടങ്ങുകയാണ്. നീ കരയൊന്നും വേണ്ട, സാരമില്ല, മുകിനോ എന്തായാലും അവൻ്റെ ജീവൻ സാക്രിഫൈസ് ചെയ്ത് അവൻ അത്ര അധികം ഇഷ്ടമായതുകൊണ്ടാണ്. എന്നാലും അവൻ വെറും ഒരു പേസ്റ്റ് ആണെന്ന രീതി പറഞ്ഞല്ലോ, അവൻ എന്ന രീതിയിലൊക്കെയാണ് പറഞ്ഞ് മുകിനോ നമ്മുടെ ബൊറൂട്ടോ കരയുന്നത്. മുകിനോൻ്റെ വീട്ടിലുള്ള ആ ഒരു ഹൊക്കാഗിയുടെ ഫോട്ടോ എടുത്ത് നമ്മളുടെ കൊനഹമാർ നോക്കുകയാണ്. അപ്പോൾ അത് കണ്ട് ബൊറൂട്ടോ ഒരു കഥ പറയാനുണ്ട് എന്ന രീതിയിൽ പറയാൻ പോകുമ്പോൾ ഈ കഥയെല്ലാം ഓർത്തിട്ട് നമ്മളുടെ ബൊറൂട്ടോ ആലോചിക്കുന്നുണ്ട്. മുകിനോ ഇത് ഒരിക്കലും കൊനഹമാരോ അറിയരുത്, അതിനെ ചിലപ്പോൾ കൊനഹമാർ ഇവനെ തെറ്റിദ്ധരിച്ചാലോ വെറുത്താലോ എന്ന രീതിയിൽ ഓർത്തിട്ട് നമ്മളുടെ മുകിനോ പറയരുതെന്ന് വെച്ച കഥയാണ്. ഇനി പറയൂല എന്ന് ബൊറൂട്ടോയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മരിച്ചാലും ആ വാക്ക് തെറ്റിക്കരുതല്ലോ എന്ന രീതിയിൽ ഓർത്ത് ബൊറൂട്ടോ അത് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നും എന്താ നീ പറയാത്തേന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയാണ്. അങ്ങനെ ടോട്ടോയ്സിന് നമ്മൾ ആമക്കുട്ടനും നമ്മൾ കൊനഹമാർ ഫുഡ് കൊടുക്കുമ്പോൾ അത് മിടുക്കനായിട്ട് കഴിക്കുകയാണ്. നമ്മുടെ മുകിനോ കൊടുക്കുമ്പോൾ എങ്ങനെ കഴിക്കുന്നോ അതുപോലെ തന്നെ കഴിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മളുടെ ബൊറൂട്ടോയും നോക്കുന്നുണ്ട്. എന്നാലും മനസ്സിലാവുന്നത് ഇതിനെ ഞാൻ എടുത്തിട്ട് പോകാമെന്ന് പറയുമ്പോൾ വളരെ നല്ല കാര്യമൊന്നും ബൊറൂട്ടോ പറയണം. കാരണം അത് അത്രയും ഒറ്റപ്പെട്ട് അവിടെ കിടക്കുമായിരുന്നു. നമ്മളിപ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മളുടെ നറൂട്ടോനെയും അതുപോലെ തന്നെ കാവാക്കിനെയാണ്. അപ്പോൾ കാവാക്കിനെ നറൂട്ടോ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന വഴി പറയുന്നുണ്ട്, എൻ്റെ വീട് ഇവിടെ അടുത്താണ്, നിനക്ക് ഇവിടുന്ന് മനസ്സിലാവുമല്ലോ പോയിട്ട് വരാനൊക്കെ, അതുകൊണ്ടാണ് നടത്തിയൊക്കെ കൊണ്ടുവരുന്നത്. നീ നോക്ക്, ഇവിടുന്ന് പോയാൽ ഇങ്ങനെ എൻ്റെ വീട്ടിൽ ഹിനാറ്റോണ് എൻ്റെ വൈഫാണ്, അപ്പോൾ നല്ല അടിപൊളി ഫുഡ് അവൾ ഉണ്ടാക്കും, കിട്ടില്ലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ തന്നെ കാവാക്കി രക്ഷപ്പെടാനുള്ള വഴിയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അവൻ രക്ഷപ്പെടുകയാണ്. ഇതെനിക്ക് മുമ്പേ അറിയാമെന്ന് തോന്നുന്നു നറൂട്ടോ പറയാണ്. എന്നിട്ട് നോക്കുമ്പോൾ കാവയ്ക്ക് ഓടി പോവാണ്. അവന് രക്ഷപ്പെടേണ്ട എങ്ങോട്ടാണെന്നൊന്നും അറിയത്തില്ല, എങ്ങോട്ടെന്നോ ഓടുകയാണ്. അവിടെ ചെല്ലുമ്പോൾ നറൂട്ടോ നിൽക്കുന്നു. അങ്ങനെ ഇയാളങ്ങനെ എവിടെ വന്നേ എന്നാലും എന്ന് പറഞ്ഞിട്ട് അവൻ ഓടുകയാണ്. മനസ്സിൽ പറഞ്ഞുകൊണ്ടേ ഓടുകയാണ്. എല്ലാവരും എന്നെ ഉപയോഗിക്കാനാണ് നോക്കുന്നത്, ഹൊക്കാഗെയും എന്നെ ഉപയോഗിക്കും, ഇയാളും എന്നെ ഒരു വെപ്പണാക്കാനാണ് ഓടിക്കുന്നത്, അല്ലാതെ ആർക്കും എന്നോടൊരു സ്നേഹമില്ല എന്ന രീതിയിൽ കാവാക്കി പറഞ്ഞു. എങ്ങോട്ടൊന്നുമില്ലാതെ ഓടി ഒരു ഡയറക്ഷൻ എത്തുമ്പോൾ നറൂട്ടോ നിൽക്കുന്നു. നറൂട്ടോ പറയണം, ഓക്കെ ഇപ്പോൾ നമ്മളുടെ ഫുഡ് കഴിക്കാനുള്ള സമയമായി, നിനക്ക് വേണമെങ്കിൽ ഇനി ഓടിക്കോളൂ, നീ ഓടിത്തരുന്നത് വരെ ഞാനിവിടെ നിൽക്കാം, നിനക്ക് എത്ര ഓടണോ അത്രയും ഓടിക്കോളൂ, ഓടാൻ മാത്രമേ പറ്റൂ എന്ന് നറൂട്ടോ പറയാണ്. പെട്ടെന്ന് മനസ്സിലാക്കിയ കാവാക്കി ഇതെങ്ങനെ അയാൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം എന്നൊക്കെ വിചാരിച്ച് എന്ത് ചെയ്യാണ്, നറൂട്ടോയുടെ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോകുമ്പോൾ പറയാണ്, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഹിനാറ്റോ നല്ല സൂപ്പറായിട്ട് ഫുഡ് ഉണ്ടാക്കും, കിട്ടില്ല ഫുഡാണ്, അങ്ങനെ നിനക്ക് നല്ല മീൻ കറിയൊക്കെ വെച്ച് തരും, നീ വാ നിനക്ക് എല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് നറൂട്ടോ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോഴത്തേക്ക് അവിടെ ഹിനാറ്റയുണ്ട്. ഹിനാറ്റ ആണെങ്കിൽ ഇവനോട് പേര് ചോദിക്കാനായിട്ട് കുറച്ച് നേരം കൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഇവനാണെങ്കിൽ പറയാണ്, ഞാൻ പറയൂല എൻ്റെ പേര് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തിനാ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പേരും പെടക്കോയും ഒന്നുമില്ല എന്ന്. ഇത് തന്നെ ഭയങ്കര വൃത്തികേടായിട്ടുണ്ട്, ഒരാൾ വന്നാൽ നിങ്ങൾ പേരാണോ ചോദിക്കുകയെന്ന്, പിന്നല്ലാതെ നാളാണോടോ ചോദിക്കുക എന്ന് നമ്മൾ ചോദിക്കും. പക്ഷേ നറൂട്ടോ ചോദിക്കുന്നില്ല. നറൂട്ടോ പറയാണ്, എൻ്റെ മോൻ്റെ പേര് ബൊറൂട്ടോ, എൻ്റെ മോളുടെ പേര് ഹിമവാരി, അപ്പോഴത്തേക്ക് നിനക്ക് അവർക്ക് കൊടുക്കുന്ന എന്ത് ഫ്രീഡവും എടുക്കാം, കാരണം നിന്നെയും അതുപോലെ തന്നെയാണ് കാണുന്നത്. താൻ എൻ്റെ അങ്ങനെ ഒരു ഗാർഡൻ്റെ ഭാഗത്തൊന്നും വരാറായില്ല, ഓക്കെ, താൻ അങ്ങനെയൊന്നും വിചാരിക്കണം, ഞാൻ അവിടെ നിന്ന് ഓടിപ്പോകാനും പോകുന്നില്ല, അതുകൊണ്ടല്ലേ തോൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് നറൂട്ടോയുടെ കട്ട കളിപ്പിട്ട് നിൽക്കുകയാണ് കവ്വാക്കി. അവനാണെങ്കിൽ നല്ല പേടിയോ എന്തോ ഒന്നും ഉണ്ട്, അവൻ്റെ എന്തോ സംഭവം അവന് മനസ്സിലായിട്ടില്ല. നറൂട്ടോ പറയാണ്, നിനക്ക് പിന്നെ മനസ്സിലാവും, ഞാൻ നിന്നെ യൂസ് ചെയ്യാണെന്ന് അല്ല ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്, നീ ഇവിടെ സേഫാണെന്ന്. അപ്പോഴത്തേക്കാണ് ബൊറൂട്ടോ വരുന്നത്. കാവാക്കിനെ കണ്ടതും ബൊറൂട്ടോ, നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുകയാണ്. അല്ല നീ എന്താ ഇവിടെ നിന്ന് കാവാക്കി ചോദിക്കുകയാണ്. അത് കൊള്ളാം, എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ എന്താ ഇവിടെ നിന്ന് നീ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളുടെ ബൊറൂട്ടോ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇവൻ എങ്ങനെയുള്ള ആളാണെന്ന് അറിയോ അച്ഛാ എന്നും പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളായിട്ട് ബൊറൂട്ടോ വെച്ച് കൊടുക്കുകയാണ്.
കാവാക്കി പറയാണ്, ഞാൻ പിന്നെ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല ഇയാൾ എൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവരാൻ, ഇയാൾ എന്നാണ് കൂട്ടിക്കൊണ്ടുവന്നത്. എന്താ നീ എങ്ങനെയാണ് ഹൊക്കാഗെ എടുത്ത് സംസാരിക്കുന്നത്, ഇയാൾ ആരാന്ന് നിനക്കറിയോ, ഇവിടുത്തെ ഹൊക്കാഗെ എന്ന രീതി പറ, ആരായ എനിക്കെന്താന്ന മട്ടാണ് കാവാക്കിക്ക്. രണ്ടുപേരും ഫൈറ്റ് നിർത്തും എന്നും പറഞ്ഞാൽ നാറൂട്ടോ അതിനിടെ കയറാണ്. എന്നിട്ട് നമ്മളുടെ നാറൂട്ടോ നമ്മളുടെ ബൊറൂട്ടോൻ്റെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. കാര്യം മനസ്സിലായതുപോലെ ബൊറൂട്ടോ റൂമിൽ കയറി പോകുന്നുണ്ട്. അവിടെ ഒരു ക്ലോണിനോട് ബൊറൂട്ടോ സംസാരിക്കുന്നുണ്ട്, നാറൂട്ടോട് തന്നെ. അപ്പം നാറൂട്ടോ പറയാണ്, വർഷങ്ങൾക്ക് മുമ്പ് ലീഫ് വില്ലേജിൽ ഒരു ഇതുപോലത്തെ ഒരു പയ്യനുണ്ടായിരുന്നു. അവന് അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. തികച്ചും പറഞ്ഞാൽ അവനൊരു മോൺസ്റ്റർ ആയിരുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു അവൻ എന്തേ എല്ലാവരും പേടിച്ച് നിന്നു എന്ന്. കാരണം അവൻ അത്രയും ഭീകരനായിരുന്നു. ആൾക്കാരുടെ കണ്ണിൽ കാണാനായിട്ടൊരു രാക്ഷസനെ മാതിരിയായിരുന്നു. ആര് നേരെ വന്നാലും സ്വന്തം ചക്ര കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവരെയും ഇവരെയും എല്ലാവരെയും എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഉപദ്രവിക്കുന്നവനായിരുന്നു. വില്ലേജിനെ തന്നെയും വില്ലേജിലെ ആൾക്കാരെ തന്നെയും ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തി കണ്ടുകൊണ്ടിരുന്ന ഒരു കൊച്ചായിരുന്നു. പക്ഷെ അവന് സപ്പോർട്ടായിട്ട് തേർഡ് ഹൊക്കാഗെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് വന്നു, അക്കാഡമിയിൽ ചേർന്നു. അങ്ങനെ അവൻ്റെ ലൈഫ് മാറി. ഓരോരുത്തരും അവൻ്റെ കഥ അറിയുമ്പോൾ അവൻ്റെ കൂടെ നിൽക്കുകയാണ് ചെയ്തത്. അവൻ വിചാരിച്ചതുപോലെ എല്ലാവരും അവനെ തള്ളിക്കളഞ്ഞൊന്നുമില്ല. ബൊറൂട്ടോ നിനക്ക് ഇതിന് എന്തും മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ ഇത് അച്ഛൻ്റെ കഥയല്ലേ, ഇതെനിക്കറിയാമെന്ന് പറയണം. നാറൂട്ടോ പറയണം, അതെ ഇത് എൻ്റെ കഥയാണ്, പക്ഷേ ഇതുപോലെയാണ് കാവാക്കിയുടെ കഥയും. കാരണം എന്ന് പറയുമ്പോൾ ബൊറൂട്ടോ പറയണം, അതെ അവനും ഒറ്റപ്പെട്ടതുപോലെ ആണെന്നല്ലേ, അവനും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായ അവൻ്റെയും സ്വഭാവം മാറുമെന്നല്ലേ. ഓക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ അവൻ ഒരുപാട് പ്രശ്നക്കാരനാണെന്ന് പറയണം. അതിന് വേണ്ടിയിട്ട് ഒരു ക്ലീൻ ആയിട്ടൊരു ഒബ്സർവേഷൻ നടത്താൻ കൂടെയാണ് ഞാനിവിടെ നിൽക്കുന്നതെന്ന് നമ്മളുടെ നാറൂട്ടോ പറയണം. ഞാനും ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും കൂടെ എന്തായാലും അവൻ്റെ പ്രശ്നങ്ങളിൽ തീർത്തു കൊടുക്കാതെ ഇവിടെ ഒരു ഡീല് വെക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് ബൊറൂട്ടോ പുറത്തേക്ക് പോവാണ്. പോയ ഉടനെ നമ്മളുടെ ഹിമവാരിനോടോ ഹിനാറ്റോടോ സംസാരിക്കാതെ കാവക്കിയോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. നീ കുറച്ചുകൂടെ റൂഡ് അല്ലാതെ അറഗൻ്റ് അല്ലാതെ അതിങ്ങനെ ഭയങ്കര കുറുകുറൂന്ന് പെരുമാറാതെ സ്വീരായിട്ട് പെരുമാറും മോനെ, കുറച്ചൊക്കെ നിനക്ക് ഫ്രണ്ട്സൊക്കെ വേണമെങ്കിൽ അങ്ങനെ വേണമെന്ന്. നിനക്ക് ആര് പറഞ്ഞു, നിന്നെയൊക്കെ എന്നെ കണ്ടിട്ട് ഒരു പട്ടിഷോ നടത്തുന്ന ഒരുത്തനായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ അങ്ങനെ നല്ല ചെയ്യുന്നത്, ഇതൊക്കെ എൻ്റെ ആറ്റിറ്റ്യൂഡാണെന്ന് പറഞ്ഞ് അവിടുത്തെ ടേബിളിൽ ഒരൊറ്റ അടി ആ ടേബിൾ കമിഴ്ന്നടിച്ച് നിലത്ത് വീഴുന്നുണ്ട്. അതിൽ പ്രശ്നം നമ്മളുടെ ഹിമവാരി ഉണ്ടാക്കിയ ആ ഒരു പോട്ട് പൊട്ടിപ്പോകുന്നുണ്ട്. ആ വസല് നമ്മളുടെ ഹിനാറ്റയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് അത് കണ്ട് അവളുടെ കണ്ണ് നിറയുന്നുണ്ട്. നമ്മളുടെ ബൊറൂട്ടയ്ക്ക് ഇത് താങ്ങാൻ പറ്റുന്നില്ല. നീ എന്തോടെ ചെയ്തത്, നിനക്ക് എത്ര ബോധമുണ്ട്, നിനക്ക് ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഓരോന്നിൻ്റെ വില അറിയുമോ എന്ന് ചോദിക്കുകയാണ്. എനിക്കെങ്ങനെ അറിയാനാണ്, ഞാൻ ഇപ്പോൾ വീട്ടിൽ വന്നതേ ഉള്ളൂ, സോറി എന്ന് പറയണം. അപ്പോൾ ബൊറൂട്ടോ പറയണം, നീ എന്താ പറഞ്ഞത്, നിനക്ക് ഒരു ബോധവും ഇല്ലല്ലേ, നിനക്ക് എന്താണെന്ന് പോലും അറിയത്തില്ല, നീ എവിടെന്ന് പഠിച്ചു തുടങ്ങൂടാ, നിനക്ക് ഞാൻ പറയാം അവൾ എത്ര കഷ്ടപ്പെട്ട അവളുടെ അമ്മയ്ക്ക് വേണ്ടി അതുണ്ടാക്കിയത്, നിനക്കതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയണേ, എനിക്കെന്ത് മനസ്സിലാവാനാ, എനിക്കൊന്നും മനസ്സിലായില്ല, അത് ഞാൻ വിചാരിച്ച് ചെയ്തതല്ല എന്ന് പറയണം. ഹിമവാരി കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ നീ എൻ്റെ മുമ്പ് മാറിപ്പോ കാവാക്കി എന്ന് പറഞ്ഞാൽ ബൊറൂട്ടോ തിരിഞ്ഞു നടന്നതും കാവാക്കി വിളിച്ചു നിർത്താണ്. എൻ്റെ പേര് കാവാക്കി എന്ന് പറയാണ്, എൻ്റെ പേര് ബൊറൂട്ടോ, നീ എന്ത് ചെയ്യും എന്ന മട്ടിലാണ് ബൊറൂട്ടോ നിൽക്കുന്നത്. രണ്ടുപേരും ഇത്രയും ദേഷ്യത്തിലാണെങ്കിലും സംസാരിക്കുന്നതിൽ നല്ലൊരു ഫ്രണ്ട്സ് ആവും തോന്നുന്നു. ബൊറൂട്ടോയും ഹിനാറ്റയും സന്തോഷിക്കുന്നുണ്ട്. വെസൽ പൊട്ടിയിൽ സങ്കടമുണ്ട്. രാവിലെ രണ്ടുപേരും മൂത്രം ഒഴിക്കാൻ എഴുന്നേക്കാണ്. എന്നിട്ടിട്ട് ആരാദ്യം പോക്കും എന്നൊരു തർക്കം അവിടെ വരുവാണ്. കാരണം കാവാക്കിയും ബൊറൂട്ടോയും ഒന്നിച്ചെടുത്തു സൈറൺ പോലെ എഴുന്നേറ്റ് വരാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒന്നുണ്ടാവാണ്. രണ്ടുപേർക്കും ഒരേ സമയം മൂത്രം ഒഴിക്കാൻ മുട്ടുന്നു. സോ നാറൂട്ടോ ആണെങ്കിൽ അകത്തിരിക്കുകയാണ്. രണ്ടുപേരും ഇവിടെ കിടന്ന് ഞാൻ ആദ്യം പോകും, നീ ആദ്യം പോകണം, ഞാൻ ആദ്യം പോകും, രണ്ടുപേരും പോകണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെയും പറഞ്ഞ് നിൽക്കുകയാണ്. നീ ആരാ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ആദ്യം മുള്ളാൻ പോകുമെന്ന് പറയാണ്. നീ ആരാ, ഞാൻ ഇവിടുത്തെ ഗസ്റ്റ് ആകുന്ന രീതിയിലും ഗസ്റ്റ് ആദ്യം മുള്ളാൻ പോകുന്നു പറഞ്ഞ് ഇവന്മാർ വഴക്ക്. അകത്തെന്ന് പറയണം, ഇവിടെ ഒരാളുണ്ട്, നിങ്ങൾ സമാധാനമായിട്ടൊന്നും മുള്ളാനെങ്കിലും സമ്മതിക്കും പിള്ളേരെന്ന്. അങ്ങനെ പുറത്ത് പോയി മുള്ളാൻ പറയാണ്. മുള്ളിക്കൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവന്മാർക്ക് ഫൈറ്റാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിടി അങ്ങോട്ട് ഇങ്ങോട്ട് അടികൂടൽ. ലാസ്റ്റ് നമ്മളുടെ കാവാക്കി പറയാണ്, ഇവിടെ വെച്ച് നമ്മളുടെ പവർ കാണിക്കാമെന്ന്. പിന്നെ എന്താണെന്ന് പറഞ്ഞ് കാവാക്കിയും ബൊറൂട്ടോയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കർമ്മ മോട്ടിലേക്ക് പോകുന്നുണ്ട്. അത് കണ്ട് മനസ്സിലാക്കി ഈ സൗണ്ടും ബഹളമൊക്കെ കേട്ട നാറൂട്ടോയ്ക്ക് മനസ്സിലായി ഇവന്മാർ കർമ്മ മോഡിൽ പോയെന്ന്. അങ്ങനെ നാറൂട്ടോ പെട്ടെന്നൊരു ക്ലോണിനെ കക്കൂസി ഇരുന്നുകൊണ്ട് ഇവിടെ പറഞ്ഞു വിടുകയാണ്. കഷ്ടം തന്നെ. അങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ തല്ല് പിടിക്കരുത് അത് ഇതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാനല്ല തല്ല് പിടിച്ച, മെച്യൂർ അല്ലാത്തവരാണ് തല്ല് പിടിക്കുന്നതെന്ന് കാവാക്കി പറയാണ്. അതേപോലെ തന്നെയാണ് ബൊറൂട്ടോയും പറയുന്നത്. രണ്ടുപേരും അങ്ങനെ ഇങ്ങനെ വാരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിക്കുമ്പോൾ ഇവർ കഴിക്കുന്നതിന് തന്നെ മത്സരം വെച്ചിട്ടാണ് കഴിക്കുന്നത്. ഇറങ്ങി പോകുന്നതിന് മത്സരം വെച്ചിട്ടാണ് പോകുന്നത്. കാരണം ബൊറൂട്ടോക്ക് മാത്രം വീട്ടിന് പുറത്തിറങ്ങാൻ പുറത്തിറങ്ങി പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഹിനാറ്റ ചോദിക്കുകയാണ്, നിക്ക് കാവാക്കി എന്തോ ഒറ്റ നീ എന്താ പറയാൻ പോണെന്ന്. അപ്പോൾ പറയണ, എന്നെ തടഞ്ഞു നിർത്താനൊന്നും പോകണ്ട, ഞാൻ ഇനി എന്തായാലും പുറത്ത് പോയിട്ട് വരുള്ളൂ, നിങ്ങളെന്നെ പിടിച്ചു നിർത്താനൊന്നും വരണ്ടെന്ന്. അതല്ല എന്താ ഫുഡിന് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയണേ, എന്നോട് ഇങ്ങനെ ആരും ചോദിച്ചിട്ടില്ല, എന്നോട് ആരും ചോദിക്കുകയും വേണ്ട എന്ന് പറഞ്ഞിട്ട് പോവാണ്. നമ്മളുടെ
നറൂട്ടോയും പുറകെ പോകുന്നുണ്ട്. അവനൊരു സ്ഥലത്ത് പോയി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എല്ലാം നോക്കുന്നുണ്ട്, പിള്ളേർ കളിക്കുന്നതും എല്ലാ ഫാമിലി ആയിട്ട് പോകുന്നതും ആ വില്ലേജ് എത്ര ശാന്തമായിട്ടുള്ള സ്ഥലമാണെന്ന് നോക്കുകയാണ്. ഇങ്ങനെ നമ്മളുടെ കൊച്ചു നല്ല മര്യാദയായിട്ട് വീട്ടിൽ വന്ന് കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നറൂട്ടോയുടെ ക്ലോണിനെ ഫോളോ ചെയ്തെങ്കിലും അത് അറിയിക്കേണ്ടതായിട്ട് വന്നില്ല. നമ്മളുടെ ഹിനാറ്റ വന്ന ഉടനെ മോൻ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്, അമ്മ പോയിട്ട് എന്ത് ചെയ്യാം, എടുത്ത് സാധനങ്ങളൊക്കെ വെക്കാം, വിശക്കുന്നില്ലേ, ഫുഡ് കഴിക്കാമെന്ന് പറയണം. അങ്ങനെ ബൊറൂട്ടോ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അവിടെ നമ്മുടെ ഹോട്ട് പോട്ടാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഹോട്ട് പോട്ടാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതിനകത്ത് ഒരുപാട് ഫുഡ് ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാവരും എടുത്ത് വെച്ച് കഴിക്കുകയാണ്. മീറ്റ് നമ്മളുടെ ബൊറൂട്ടോ കഴിക്കുന്നുണ്ട്. നമ്മളുടെ കവാക്കി മീറ്റ് എടുത്ത് കഴിച്ചു നോക്കണം. സൂപ്പർ സാധനം കിട്ടില്ല എന്ന് അവൻ പറയുന്നുണ്ട്. എന്നിട്ട് മീറ്റിന് അടി കൂടി കഴിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും മീറ്റ്, കവാക്കി എഗ്ഗ് എടുക്കുകയാണെങ്കിൽ ബൊറൂട്ടോ എഗ്ഗ്, ആരും വെജീസ് തൊടുന്നതേ ഇല്ല. അത് കണ്ടതും നമ്മളുടെ ഹിമവാരി പറയാണ് ആരും വെജീസ് തൊടുന്നില്ല, ഇവർ രണ്ടുപേരും മത്സരിച്ച് കഴിക്കുന്നതെന്ന്. ഞങ്ങൾ അത്ര ഇമ്മച്ചോർ അല്ല, ഞങ്ങൾ മത്സരിച്ചൊന്നും അല്ല കഴിക്കുന്നതെന്ന് പറഞ്ഞ് വാരി രണ്ടും കൂടെ കഴിക്കുകയാണ്. നറൂട്ടോ പറയണ മക്കളെ ഇത്തിരി വെജീസ് കൂടെ കഴിച്ചാലേ സ്ട്രോങ് ആക്കൂ. അത് പറയാൻ പപ്പ കഴിക്കുന്നില്ലല്ലോ എന്ന് ഹിമവാരി ചോദിക്കുകയാണ്. അതും ഇല്ല എന്ന് നറൂട്ടോ പറയണം. അങ്ങനെ നമ്മളുടെ നറൂട്ടോ ആണെങ്കിൽ ഇവരുടെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, സ്വന്തം കാര്യം ശ്രദ്ധിക്കുന്നേ ഇല്ല. അങ്ങനെ നമ്മളുടെ കവാക്കി കിടന്നുറങ്ങുമ്പോൾ ഇത് നല്ലൊരു മണം വരുന്നുണ്ട്. ലൈക്ക് ഈ ഒരു സ്ഥലം നമ്മളുടെ കവാക്കി ഭയങ്കര കംഫർട്ടബിൾ ആണ്. അവനത് മനസ്സിലാവില്ല നല്ല സുഖമായിട്ടാണ് ഉറങ്ങുന്നതെന്ന്. അവനെന്തോ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. കാരണം അവൻ അങ്ങനെയല്ല ഉറങ്ങിയിരിക്കുന്നത്. അതെ, അവനെ നല്ല രീതിയിൽ ഹാഷായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ ആയതുകൊണ്ട് അവനെ മാറ്റിയിട്ടായിരുന്നു ജിഗൻ ഉറക്കിയിരുന്നത്. സോ അതുകൊണ്ടാണ് കേട്ടോ അവൻ നല്ല രീതിയിൽ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ട്. എന്നാലും ഉറങ്ങുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റിട്ട് അവൻ ആ ഒരു ഹിമവാരിയുടെ ആ പൊട്ടി ഇതൊക്കെ നോക്കുകയാണ്. കാരണം രാത്രി നല്ല വിഷമമുണ്ടായിരുന്നു ഇത് ഓർത്തിച്ച്. അങ്ങനെ അത് ശരിയാക്കണോ, പുതിയത് വാങ്ങണോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. പുതിയത് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് നറൂട്ടോ എടുത്ത് പറയണം. അങ്ങനെ നറൂട്ടോ ആണെങ്കിൽ മോനെ മോട്ടിക്കരുത് എന്ന് പറയാണ്. അവൻ അതായിരുന്നു പ്ലാൻ ചെയ്തത്. നറൂട്ടോ പറയണം മോട്ടിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ എങ്ങനെ ആ സാധനങ്ങളൊക്കെ വാങ്ങുന്നതെന്ന് ചോദിക്കുകയാണ്. ഇപ്പോഴാണ് ചെക്കൻ പൈസ കൊടുത്ത് സാധനം വാങ്ങണമെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ നറൂട്ടോ പറയണം വാ ഞാൻ കാണിച്ചു തരാമെന്ന്. അങ്ങനെ നമ്മളെ കാവാക്കി നടന്നു പോകുന്ന വഴിയിട്ട് നറൂട്ടോ കാവാക്കിനെ പ്രൊട്ടക്ട് ചെയ്തതും ഇവിടെ വിളിച്ചുകൊണ്ട് വന്നതും തുടങ്ങിയ കാര്യങ്ങൾ ഓർക്കാണ്. ഇത് വെച്ച് നോക്കിയാൽ നറൂട്ടോയ്ക്ക് കാവാക്കി എടുത്ത് സ്നേഹമാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ കാവാക്കി നറൂട്ടോയുടെ കൂടെ പോകുന്നത് വളരെ സേഫാണ് എന്ന് മനസ്സിലാക്കി ഇയാളുടെ കൂടെ തന്നെ നിൽക്കാം, കാറിൽ നിന്ന് രക്ഷപ്പെടാൻ ഇയാൾ എന്നെ സഹായിക്കുമെന്ന് വെച്ചാലും ബൊറൂട്ടോയുടെ സ്വഭാവം വെച്ച് അവൻ്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ലെന്നും പറഞ്ഞാണ് കാവാക്കി പോകുന്നത്. ഓർക്കുമ്പോൾ കലി കയറിക്കൊണ്ട് വരികയാണ്. അവിടെ ഹൊക്കാഗെ ഫേസസ് കണ്ടിട്ട് നമ്മളുടെ കാവാക്കിൽ നിന്ന് നോക്കാണ്. അതാണ് നമ്മളുടെ ലീഫ് വില്ലേജിലെ എല്ലാ ഹൊക്കാഗെമാരും അതിനകത്തുണ്ട്, ഞാനും ഉണ്ട് എന്നും പറഞ്ഞ് നറൂട്ടോനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരെയും പറ്റി പറഞ്ഞിട്ട് കാവാക്കിനെ കൊണ്ട് നമ്മളുടെ ചോയും നമ്മളുടെ സറാഡയും നിൽക്കുന്ന കടയിൽ പോകുന്നുണ്ട്. അവരാണെങ്കിൽ അവിടെ ഒരു പാൻ കേക്ക് പോലത്തെ എന്തോ ഒരു സാധനമാണ്, അത് കഴിക്കാനായിട്ട് നിൽക്കുകയാണ്. ഇഷ്ടമല്ല എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ 3 പേരും ഓർഡർ ചെയ്തോന്ന് നറൂട്ടോ പറയാണ്. ചോയ്ക്ക് അത് കേട്ടും സന്തോഷം. നമ്മളെ കാവാക്കിയാണെങ്കിൽ സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെയും സന്തോഷം. അപ്പോൾ കാവാക്കിയോട് അത് പറയുമ്പോൾ കാവാക്കി പറയണം ഓ നീ സ്നാക്സ് തിന്ന് ഗുണ്ടുമണിയായിട്ട് നിൽക്കുകയാണ്, ഇതിന് മാത്രം കഴിക്കാൻ മാത്രം നിനക്ക് എന്താ ഉള്ളേ, ഇപ്പോഴല്ലേ ഞങ്ങൾ ഫുഡ് കഴിച്ച് നീ ഇനിയും ഡസൺ കണക്കിന് വാരി കഴിച്ചുകൊണ്ടിരിക്കാണല്ലോ താടിച്ച് ഗുണ്ടമ്മ എന്ന രീതിയിൽ പറയാണ്. ഇത് കേട്ടിട്ട് ചോയ്ക്ക് തീരെ പിടിക്കുന്നില്ല. എന്നാലും നമ്മുടെ ഹൊക്കാഗയുടെ മോനെ പോലാണല്ലോ നീ എന്ന രീതിയിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും സലാഡ പറയുന്നുണ്ട് കാവാക്കി നീ കഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ക്യാരമൽ ഓർഡർ ചെയ്ത് സൂപ്പറാണെന്ന്. അപ്പോഴത്തേക്കും കാവാക്കി പറയാണ് എനിക്ക് വേണ്ട, ഇതിൽ ഇവിടെ ഓക്കെ ചോക്ലേറ്റ് മതിയെന്ന്. ലാസ്റ്റ് ആ ലിസ്റ്റിലിട്ടേക്കുന്നതാണ് ചോക്ലേറ്റ്, അതായത് ലീസ്റ്റ് റേറ്റഡ് ആണ്. സലാഡയാണെങ്കിൽ പൊറോട്ടയ്ക്ക് പറ്റിയ ചേട്ടനല്ല നല്ല മുതൽ എന്നും പറഞ്ഞിട്ട് നിൽക്കുകയാണ്. നമ്മളുടെ ചോജോ എല്ലാത്തിൻ്റെ ഓരോന്ന് വെച്ച് ബണ്ടിൽ കണക്കിന് വാങ്ങിച്ചിട്ട് കൂട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ വീട്ടിലെ കൂടെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയേക്കണത്. വാങ്ങിച്ച മുന്നേ മുത്തേത് നറൂട്ടോ പറയുന്നുണ്ടെങ്കിലും മനസ്സിലായി അയ്യോ വേണ്ടായിരുന്നു എന്ന മട്ടാണ്. അതിനുശേഷം കാവാക്കിക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നു, അത്രയ്ക്ക് ടേസ്റ്റ് അതിന്. അവൻ ഇങ്ങനെയുള്ള ഫുഡൊന്നും കഴിച്ചിട്ടില്ല. സ്നാക്സ് എന്ന് പറയുന്ന സാധനം അവൻ്റെ ജന്മത്താവൻ കഴിച്ചിട്ടില്ല. അപ്പോഴത്തേക്കും നമ്മളുടെ കാവാക്കിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിച്ചുകൊണ്ട് വരുമ്പോഴാണ് സാറാടെ പറയുന്നത് നീ ക്യാരമൽ കഴിച്ചിട്ടില്ലല്ലോ, നിനക്ക് ക്യാരമൽ വേണമെന്ന്. എനിക്കൊന്നും വേണ്ട ക്യാരമൽ, എനിക്ക് ഹൊക്കാഗെ വാങ്ങിച്ചെന്നത് മതിയെന്ന് പറയണം. ഞാൻ ചോക്ലേറ്റ് കഴിച്ചിട്ടില്ല, അതിന് ഞാൻ എന്തൊരു വേണമെന്ന് കാവാക്കി ചോദിക്കുമ്പോൾ നറൂട്ടോയ്ക്ക് കാര്യം മനസ്സിലായി. നറൂട്ടോ പറയണം നീ അവൾക്ക് ഷെയർ ചെയ്യുക, അവൾ നിനക്കും ഷെയർ ചെയ്യാമെന്നാണ് പറയുന്നതെന്ന്. അല്ല എനിക്ക് പറ്റൂല, ഞാൻ എന്തിനാ അവൾക്ക് ഷെയർ ചെയ്യുന്നത്, ഇത് താൻ എനിക്ക് വാങ്ങിച്ചതന്നെയല്ലോ എന്ന് പറയാണ്. നീ എന്തെങ്കിലും ചെയ്യടാ എന്ന് പറഞ്ഞ് കാവാക്കി എടുത്ത് പറഞ്ഞിട്ട് സറാഡ പോവാണ്. ഒരു കൊച്ചു പയ്യൻ ആ സമയത്ത് അബദ്ധവശാൽ വന്ന് കാവാക്കിയുടെ മുതുകത്ത് തട്ടാണ്. പിന്നെ പറയണോ കാവാക്കി അങ്ങോട്ട് മാറുകയാണ്. നമ്മളുടെ കാവാക്കി പറയാണ് ഞാൻ നിരട്ടി ഒട്ടച്ചോളം മുട്ടത്തോട് കണക്ക് നിൻ്റെ തല കൊച്ചിറക്ക എന്നെയാണോ ഒട്ടിക്കുന്നതെന്ന്. അപ്പോഴത്തേക്കും കാവാക്കിയെ കണ്ട അവർ പേടിച്ചു പോവാണ്. അവർ ചോദിക്കുമ്പോൾ കാവാക്കി പറയാണ് നിങ്ങൾ പേടിക്കാനൊന്നുമില്ല, ലൈഫ് എല്ലാവർക്കും ഈസി ആയിരിക്കത്തില്ല, എല്ലായിടവും സേഫ് ആയിരിക്കത്തില്ല. ആ പിള്ളേരും നമ്മളുടെ സറാഡ ചെയ്യുന്നത് കണക്ക് ഹൊക്കാഗയുടെ കൂടെ ആയതും കൊണ്ട് മാത്രം വെറുതെ വിടുന്നു. നറൂട്ടോനെ കണ്ടതുകൊണ്ട് തന്നെ നാട്ടുകാരും ഒന്നും പറയുന്നില്ല. ഗുഡ് മോർണിംഗ് അങ്ങോട്ട് ഇങ്ങ് വരെ ഗുഡ് മോർണിംഗ് ആണ്. അതൊക്കെ കേട്ട് ഇവന് മനസ്സിലാവണം നല്ല റെസ്പെക്റ്റ് കിട്ടുന്ന ആളാണെന്ന്. നമ്മളുടെ സറാഡ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്.
കവാക്കിനെ അങ്ങനെ ചെയ്യരുതെന്ന്. എന്ത് തന്നെയാണ് കവാക്കി ആയാലും അവൻ്റെ സൈഡാണ് ന്യായീകരിക്കുന്നത്. ഇനോടടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് പറയാണ് ഇവിടെയാണ് ഫ്ലവർ പോട്ട്സ് ഒക്കെ ഉള്ളത്. ഇനോനെ കണ്ട് നാറൂട്ടോ പറയുന്നുണ്ട്, നീ ഇവനെ ഒന്ന് നോട്ട് ചെയ്തോ, ഇവൻ്റെ ചക്ര ഒന്ന് നോട്ട് ചെയ്തോ, കാരണം ഇവൻ എവിടെ നിന്ന് എങ്ങോട്ട് പോയാലും എനിക്കറിയണം, ഒന്ന് ശ്രദ്ധിച്ചോ എന്ന രീതി പറയണം. അപ്പോഴത്തേക്കും നമ്മളുടെ ഇനോ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ നമ്മളുടെ നാറൂട്ടോ പോട്ട് സെക്ഷനിൽ പോയിട്ട് ഇഷ്ടമുള്ളത് എടുത്തോ മോനെ എന്ന് പറയാണ്. കാവയ്ക്ക് വന്നൊരു പച്ച എടുക്കുകയാണ്. അവൻ അത് ഇഷ്ടപ്പെടില്ല, കൈ കിട്ടി ഒരെണ്ണം എടുത്തതേ ഉള്ളൂ. പിന്നീട് അതിനൊന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് അത് മതി എന്ന് പറയാണ്. സലാഡ പറയണ്ടേടാ ഇവിടെ വേറെ നല്ലതുണ്ട്, നീ ആ ഒരു ഫീലിങ്ങോടെ എടുക്കുക, അത് നമ്മുടെ ഹിമവാരിക്ക് എടുക്കുന്നതാണ്, ആ ഒരു ഫീലിങ്ങോടെ എടുക്കാൻ. അവനതൊന്നും മനസ്സിലാവില്ല, ഇത് തന്നെ മതി എന്ന് പറഞ്ഞത് കൊടുക്കുകയാണ്. ഇനോ ആണെങ്കിൽ ഇവളുടെ ഡീറ്റെയിൽസ് കുടിക്കാനായിട്ട് കാവയ്ക്ക് ഇത് നല്ലതാണ്, ഇവൻ്റെ സെലക്ഷനൊക്കെ കൊള്ളാം കേട്ടോ എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ ഇത് നന്നായിട്ടുണ്ടെന്ന് ഇനോ പറയാണ്. ഇതിൻ്റെ മീനിങ്സ് ഒക്കെ പറയുമ്പോൾ അതൊന്നും എനിക്ക് അറിയണ്ട, പാക്ക് ചെയ്തെടുത്തോ എന്ന് കാവയ്ക്ക് പറയണം. ഫ്ലവർ കുത്തിത്തരാമെന്ന് പറഞ്ഞു ഫ്ലവർ കുത്താൻ പോകുമ്പോൾ അവന് സിറിഞ്ചിൻ്റെ ഓർമ്മ വരാണ്. എന്തോ ഒരു ട്യൂബിൽ അവനെ മാത്രമല്ല ഒരുപാട് പേരിട്ട് എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുന്നു, ജിഗൻ ചെയ്യുന്നു, എന്തോ ഒന്ന് അവൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നു. പെട്ടെന്ന് ആ പോട്ട് അവൻ തറയിടാണ്. അവൻ്റെ കയ്യിലാണെങ്കിൽ കർമ്മ പവർ വരാണ്. എന്താണിതെന്ന് മനസ്സിലാവാതെ നിൽക്കുകയാണ്. ഈ കുഞ്ഞു പയ്യൻ ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും അനുഭവിച്ചിട്ടുണ്ടോ എന്ന രീതിയിൽ ഇനോ നോക്കുകയാണ്. അപ്പോഴത്തേക്കും നാറൂട്ടോ അവനെ ചേർത്ത് പിടിച്ച് പറയാണ്, നിനക്ക് ഇവിടെ ഒരു പ്രശ്നവുമില്ല, നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, ഞാനുള്ളപ്പോൾ നിൻ്റെ ദേഹത്ത് ഒരുത്തനും കൈ വെക്കൂല, കവാക്കി നീ ധൈര്യമായിട്ടിരിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തോ നമ്മളുടെ പയ്യൻ പോലും അറിയാതെ അവൻ്റെ പുറത്തുനിന്ന് കർമ്മമാർക്ക് എന്ത് ചെയ്യണം 0% ഒട്ടും ഇല്ലാതെ അങ്ങ് മാറിപ്പോവാണ്. പെട്ടെന്ന് നോർമലാവാണ്. ഇത്ര പെട്ടെന്ന് നോർമലായിട്ടേ ഇല്ല അവൻ. എന്തായാലും അവനത് കാര്യമാക്കുന്നില്ല. ഇനോടെ കൂടെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പുറത്ത് പോവാണ്. ഇനോ നീ കാണാൻ ഹാൻഡ്സം ആയിട്ടുണ്ടെന്ന് പോയി പറഞ്ഞിട്ട് പോലും അതൊരു അപ്രിസിയേഷൻ ആണെന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ എന്നെ കൂടുതൽ വളയ്ക്കാമെന്ന് നോക്കേണ്ടെന്ന രീതിയിലാണ് കവാക്കി പറഞ്ഞിട്ട് വരുന്നത്. നാരായണ പറയുന്നുണ്ട് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അതൊരു അപ്രിസിയേഷൻ ആണ്, നീ താങ്ക്സ് വേണം പറയാമെന്ന്. അവനൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ അവളും അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം നമ്മളുടെ നാറൂട്ടോയുടെ കൂടെ കവാക്കി നടന്നു വരാണ്. നാറൂട്ടോയ്ക്ക് എന്തൊക്കെ ഇവിടെ ഫേവറേറ്റ് ആയിട്ടുണ്ടോ ആ സ്പോട്ടുകളെല്ലാം നാറൂട്ടോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കവാക്കിക്ക്. കാരണം ഇവിടെയൊക്കെ ആണെങ്കിൽ നാറൂട്ടോയ്ക്ക് പെട്ടെന്ന് കവാക്കിയെ ട്രേസ് ചെയ്ത് പിടിക്കാൻ പറ്റും. അങ്ങനെ നമ്മളുടെ നാറൂട്ടോ എന്ത് ചെയ്യുന്നതാണ്, റാമൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, അത് കഴിക്കുന്നുണ്ട്, എന്നിട്ട് വീട്ടിൽ പോകുന്നുണ്ട്. വീട്ടിൽ പോകുമ്പോഴത്തേക്കും അവൻ ഈ റാമൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന കാര്യം പോകുന്ന വഴി തന്നെ പറയുന്നുണ്ട്. പക്ഷേ കവാക്കിക്കും നന്നായിട്ട് അറിയാത്ത, അതായത് നമ്മളുടെ നാറൂട്ടോ ട്രേസ് ചെയ്യാൻ നോക്കുകയാണ്, എന്നാലും കാര്യമാക്കുന്നില്ല. കാരണം എന്തോ ഒരു നല്ല ഉദ്ദേശമാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. നമ്മളുടെ ബൊറൂട്ടോനെ കാണിക്കുകയാണ്. ബൊറൂട്ടോ അവിടെ ഒരു ട്രാഷ് ക്യാനൊക്കെ നോക്കുകയാണ്, അവിടെ നിന്ന് ആ പോട്ട് കിട്ടുമെന്നൊക്കെ. അപ്പോൾ പുതിയ പോട്ട് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്ന കണ്ടിടാൻ നിനക്ക് സത്യത്തിൽ ബോധമില്ലേ? ബോധമില്ലാത്തതുകൊണ്ടാണ് നിനക്ക് ഫീലിങ്സ് എന്താണെന്നൊന്നും അറിയത്തില്ല, ഇത് നീ തന്നെ വെച്ചോ, എന്നാ നല്ല സാധനം, നല്ല സെലക്ഷൻ എന്ന് പറഞ്ഞ് ബൊറൂട്ടോ എന്തിയാണ് അത് കൊടുത്തിട്ട് പോവാണ്. എന്നിട്ടൊരു ഗം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അവന് കാര്യം മനസ്സിലാവുന്നില്ല. അതേസമയം ഡെൽറ്റേനെയും നമ്മളുടെ കോജികാഷിനെ കാണിക്കുകയാണ്. ഇവർ രണ്ടുപേരും വില്ലേജിന് പുറത്ത് നിൽക്കുകയാണ്. അവർ രണ്ടുപേരും അവിടെ നിന്ന് വില്ലേജിന് ഉള്ളിലേക്ക് നോക്കുകയാണ്. കോജികാഷി പറയാണ് ഇതിനകത്ത് ഒരു സ്പെഷ്യൽ ബാരിയർ ഇട്ടേക്കാണ്. യമനക ക്ലാൻ ഉണ്ട്, പിന്നെ നാറൂട്ടോ ആണ് ഇപ്പോഴത്തെ ഹൊക്കാഗെ, അതിൻ്റെ കൂടെ ഷിക്കമാറു ആണ് നമ്മളുടെ അഡ്വൈസർ. അത് മാത്രമല്ല കഴിഞ്ഞ ഈ ഷിനോബീസ് എല്ലാം പൊള്ളിയായിട്ടുള്ള ആൾക്കാരാണ്. അതിലും നമ്മളുടെ ലീയൊക്കെ പെട്ടെന്ന് ശ്രദ്ധിക്കും ഒരാൾ വില്ലേജിനകത്ത് കയറിയ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് പോകണമെന്നും പറഞ്ഞ് നീ ഇവിടെ നിന്നില്ല ഞാൻ പോകണമെന്നും പറഞ്ഞ് കോജികാഷി പോകണം. താൻ എങ്ങനെ അകത്ത് കയറി? ഈ ഒരു ബാരിയർ തന്നെ ഒന്നും ചെയ്തില്ലേ എന്നും പറഞ്ഞ് ഡെൽറ്റ ചോദിക്കുമ്പോൾ ശരിക്കും ഞാൻ ആരാന്ന് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല, നീ വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ, നിങ്ങൾ ആരും വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ എന്നും പറഞ്ഞ് നമ്മളുടെ കോജികാഷി ധൈര്യമായിട്ട് അകത്ത് കയറിപ്പോവാണ്. ഒരു രീതിയിലും കോജികാഷിൻ്റെ ബാരിയറിൻ്റെ അകത്ത് കയറിയത് ആരും കണ്ടുപിടിച്ചില്ല. അങ്ങനെ ഡെൽറ്റ ഫുൾ നോക്കുകയാണ്, ഇയാളിത് എങ്ങനെ ചെയ്തു, ഇയാൾ സത്യത്തിൽ ആരാ എന്ന രീതിയിൽ. മിന്നൽ വേഗത്തിൽ ഉള്ളിക്കായിട്ട് കൂളായിട്ട് ഇറങ്ങി നടന്നങ്ങ് പോവാണ് വില്ലേജിൻ്റെ നടുക്ക് കൂടെ. അതും ഓരോ ഡെവലപ്മെൻറ്റും കണ്ട് പൊളി, അവൻ അതൊക്കെ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന രീതിയിലൊക്കെ പറഞ്ഞ് ആരും ശ്രദ്ധിക്കുന്നില്ല. കാരണം എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരാളിന്, അതായത് പരിചയമുള്ള ഒരാളെ പോലെയാണ് തോന്നുന്നത്. കയ്യിലൊരു ഒരു തവളയുണ്ട്. നിങ്ങൾക്ക് ആളെ മനസ്സിലായി ആരുമെങ്കിലും ആയിട്ട് ഒരു സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും സാങ്കല്പികം മാത്രം, അങ്ങനെ ഒരു സാമ്യമേ ഇല്ല. അതൊക്കെ വിട്ട് കളഞ്ഞുതരാം, അതൊന്നും ചിന്തിക്കണം. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ജംബോ സർക്കസ് നടക്കുന്നുണ്ടായിരിക്കും, കാരണം അത്രയ്ക്കും നിങ്ങൾ എക്സൈറ്റഡ് ആയിരിക്കും ഇത് ആരാന്നറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആരും ഗൂഗിളൊന്നും ചെയ്യണ്ട, ഇത് 2 എപ്പിസോഡിനുള്ളിൽ പറയും. നമുക്ക് നോക്കാം നമ്മൾ കണ്ടുപിടിച്ചതുപോലെ ബാക്കിയുള്ളൊരു വില്ലേജിൽ കണ്ടുപിടിക്കുമെന്ന്. അപ്പോൾ പാക്കലാമാ. അങ്ങനെ നമ്മളെ കവാക്കിനെ കാണിക്കണം. കവാക്കിയാണെങ്കിൽ ഗമ്മും വെച്ച് ഞാൻ എന്നാ പണണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം അവൻ അറിയാൻ വയ്യ എവിടെ എടുത്തിട്ട് ഒട്ടിക്കാനാ മിസ്റ്റർ എന്ന്. അങ്ങനെ നമ്മളുടെ കവാക്കി ആകെ ഇതായിട്ടിരിക്കുമ്പോൾ ബോറോട്ട ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടത്തേക്ക് സാറാടെ മിറ്റ്സുകിയും വരാണ്. മിറ്റ്സുകിനെ കണ്ടതും ഹിനാട്ട ഇത് ആരത് കയറി വാ. നമ്മളെ ഹിനാറ്റയ്ക്ക് കാര്യം മനസ്സിലായി. ഹിമ അയ്യോ ഇതിൻ്റെ എല്ലാവരും എവിടെ എന്ന രീതിയിൽ ചോദിക്കുകയാണ്. അപ്പം നമ്മളുടെ മിറ്റ്സുകി പറയാണ് ഈ കവാക്കി പുറത്തുനിന്നുള്ള ആളല്ലേ, ഇവൻ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ചെയ്താലോ, ഹൊക്കാഗയുടെ വീട്ടിൽ എന്തെങ്കിലും ചെയ്താലോ, അതുകൊണ്ട് ഞങ്ങൾ സർവൈലൻസിന് പറഞ്ഞു വിട്ടതാണ് ഷിക്കമാറു എന്ന് പറയുന്നത്.
ഇത് പറയരുതായിരുന്നോ എന്ന് മിറ്റ്സുക്കി അതിന് ശേഷമാണ് ചോദിക്കുന്നത്. ഈ സമയം കൊണ്ട് തന്നെ സറാടയ്ക്ക് അറ്റാക്ക് വന്ന് നമ്മുടെ ഇനാറ്റ് ചിരിക്കുന്നുണ്ട്. അതേസമയം നമ്മളുടെ കവക്കി പറയാണ് കുഴപ്പമില്ല, സത്യസന്ധതയ്ക്ക് നന്ദിന്ന്. എന്നിട്ട് നമ്മളുടെ മിറ്റ്സുക്കി വന്നിട്ട് പറയാണ് അയ്യോ ഇത് ആര് കവക്കി, ഓ കൊട്ടക്കൈ, നിന്റെ പേര് മിറ്റ്സുക്കി എന്ന് പറയാണ്. അപ്പോൾ അവൻ പറയണം എനിക്ക് പരിചയപ്പെടേണ്ട ആവശ്യമില്ല. ഓ നീ സീരിയസ് ആണോ? ഓക്കെ സാരമില്ല മോനെ, ഇത് നോക്ക് കുട പാമ്പ്, നീ പേടിച്ചോ, നീ ഫ്രണ്ടായോ എന്ന് ചോദിക്കാണ്. അപ്പോൾ പറയണം നീ മാറിപ്പോ, നീ എന്താ കാണിങ്ങനെ. അപ്പോഴത്തേക്കും ബൊറൂട്ടോ അതിനാണ് ചോദിക്കുന്നത് മിറ്റ്സുക്കി സത്യത്തിൽ വല്ല പ്രശ്നമുണ്ട്, ഇവനുമായിട്ട് എന്തിനാ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത്. നമ്മളെ സറാട ചോദിക്കുകയാണ് ഇവൻ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ ബൊറൂട്ടോ പറഞ്ഞു എന്നാ ജാടയാണോ തലക്കനം, അത് മാത്രമേ അവനുള്ള ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കുകയാണെന്നാണ് നമ്മളുടെ ബൊറൂട്ടോയുടെ അഭിപ്രായം. ഇത് തന്നെയാണ് സറാടയും ചിന്തിച്ചോടുന്നത്. പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ മാത്രം നോക്കിയാൽ ആ കൊച്ചിൻ്റെ തല പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ എന്താ പറഞ്ഞത്, ഈ ലോകം എല്ലായിടത്തും സേഫ് അല്ല എന്ന്. അതുപോലെ തന്നെ അവൻ ആ ഫ്ലാസ്ക് തറയിലിട്ട് പൊട്ടിച്ചപ്പോൾ അവൻ്റെ ഉള്ളിലൊരു പേടി കാരണമാണ് ഉള്ളത് പോലെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവൻ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അവൻ്റെ പാസ്റ്റ് ഭയങ്കര ഡാർക്ക് സാധനമാണ് എന്ന് നമ്മളുടെ സറാടയ്ക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങുകയാണ്. അവനാണെങ്കിൽ നമ്മളുടെ നറൂട്ടോനെ തീരെ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ പോയി പറയാണ് എടാ കവാക്കി നീ നറൂട്ടോനെ റെസ്പെക്ട് ചെയ്യണം. അദ്ദേഹം ഹൊക്കാഗെ എന്ന് പറയുമ്പോൾ തന്നെ ഡോർ തുറന്ന് നറൂട്ടോ അകത്തേക്ക് വരാണ്. ഞാൻ ചെയ്യൂല എന്ന് അവൻ കൂടത്തിൽ തന്നെ പറയുന്നുണ്ട്. നറൂട്ടോ അകത്ത് കയറിയിട്ട് പറയാണ് ഇന്ന് എല്ലാവരും ഉണ്ടല്ലോ, ഇന്ന് കുറേ അധികം ഗസ്റ്റ് നമ്മളുടെ വീട്ടിൽ വന്നിട്ടുണ്ടല്ലേ എന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ ബോറൂട്ടോ പറഞ്ഞ പിന്നല്ല, എല്ലാം ഇവരെ കാണാൻ വേണ്ടിയിട്ട് അത്ഭുത ജീവിയല്ലേ സൂന്ന് കൊണ്ടുവന്ന എന്ന രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ പറയാണ് എല്ലാവരും വാ, ഞാൻ നിനക്ക് ട്രെയിനിങ് തരാമെന്ന് പറഞ്ഞതല്ലേ ബോറൂട്ടോ, വാ അന്ന് ഞാൻ ആ ചെയ്തതിന് നിനക്ക് ഇന്ന് ഒരു ഒരു പരിഹാരം എന്ന രീതിയിൽ നിൻ്റെ ഒരു കൂടെ 1-on-1 നിൽക്കാമെന്ന് പറഞ്ഞതല്ലേ, നമുക്ക് ഗ്രൗണ്ടിൽ പോയി ചെയ്യാമെന്ന്. ബോറൂട്ടോ പറഞ്ഞു ഞാനന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകാനായിട്ടൊരു പ്ലാനിൽ നിന്നു, പക്ഷേ താൻ വിളിച്ചത് കൊണ്ട് ഇങ്ങനെ കാക്കയാണ് വിളിക്കുന്നത് കൊണ്ട് അതൊക്കെ മാറ്റി വെച്ച് വരാമെന്ന്. ഹിമവാരി പറയണം മനസ്സിലായി, നിന്റെ കല്ലേലും പോകാൻ വലിയ താല്പര്യമാണ്, നീ ചുമ്മാ ഷോ ഇറക്കണ്ട, അച്ഛൻ നിൻ്റെ കൂടെ നിൽക്കുന്നതിൽ നിനക്ക് വലിയ താല്പര്യം അല്ലേ മോയാൻ ചോദിക്കുമ്പോൾ എല്ലാവരും ചിരിക്കുകയാണ്. കാരണം എല്ലാവർക്കും അറിയാം നമ്മളുടെ ബോറൂട്ടോ ചുമ്മാ ഷോ ഇറക്കണം. അപ്പോൾ ബോറൂട്ടോ പറഞ്ഞു എന്താണ് ഹിമവാരി, നീ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഇനി ഇടപെടരുത്, നീ എൻ്റെ കാര്യത്തിൽ ഇനി ഇടപെടരുത് എന്ന് നമ്മളെ ഹിമവാരിനെ വഴക്ക് പറയാണ്. എന്നിട്ട് എല്ലാവരും കൂടെ പോകുമ്പോൾ കവാക്കി നീ വരുന്നുണ്ടോ, വാ നമുക്ക് പോകാമെന്ന് പറയാണ്, നമുക്ക് അതൊക്കെ പ്രാക്ടീസ് ചെയ്യാമെന്ന് പറയണം, നീ കാണാൻ വരാൻ പറയാണ്. അങ്ങനെ കവാക്കി പറയണേ എന്നാൽ പിന്നെ കർമ്മ പ്രാക്ടീസ് ചെയ്യുന്നതിന് പോകാമെന്ന് വെച്ച് കവാക്കിയും കൂടെ ഇറങ്ങുകയാണ്. അവിടെ ചെന്ന് നറൂട്ടോയും ബൊറൂട്ടോയും കിട്ടില്ല ഫൈറ്റ്. ബൊറൂട്ടോയുടെ സ്പീഡെന്ന് പറഞ്ഞാൽ അത്രയും കൂടിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നറൂട്ടോയുടെ മുമ്പിൽ അതൊന്നും ഒന്നും ആവുന്നില്ല. നറൂട്ടോ എല്ലാം ക്ലോണിനെയൊക്കെ ഇന്ന് പൊട്ടിച്ച് കളയാണ്. അപ്പോൾ കവാക്കി പറയണേ എടാ നീ കർമ്മ പവർ യൂസ് ചെയ്യേ, കർമ്മ പവർ എത്ര സ്ട്രോങ് ആണെന്ന് നിനക്കറിയാലോ, അത് യൂസ് ചെയ്യാൻ. ബൊറൂട്ടോയ്ക്ക് വരുന്നില്ല, നീ വിചാരിക്കും പോലെ നിനക്ക് വരുന്ന നിനക്ക് ബഡേ എന്നൊന്നും എനിക്ക് വരത്തില്ല, പാടാന്ന് പറയുമ്പോൾ കവാക്കി സിമ്പിളായിട്ട് വരുത്താണ്. ബൊറൂട്ടോയുടെ ദേഹത്തും എന്തോ ഒരു എനർജി കയറുന്നത് പോലെ അവൻ തോന്നുന്നതാണ്. പ്രത്യേക ഒരു വ്യത്യാസം ബൊറൂട്ടോയ്ക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്, ആ കുതുപ്പ്. അങ്ങനെ ബൊറൂട്ടോ എന്തിയാണ് നമ്മളുടെ കർമ്മ മോഡിലേക്ക് പോവാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അത് വെച്ചിട്ട് അറ്റാക്ക് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ നറൂട്ടോ പറയണം അതിനാണ് ഞാനും വെയിറ്റ് ചെയ്തത്, നീ അത് വെച്ച് ചെയ്യും, എനിക്കും കൂടുതൽ അതിനെപ്പറ്റി പഠിക്കാമല്ലോ എന്ന്. അങ്ങനെ നറൂട്ടോ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, അത് ഭയങ്കര സ്പീഡുള്ളവരെന്നാണ്. ഓരോ പഞ്ചിൻ്റെയും വേഗത കൂടുന്നുണ്ട്, പഞ്ചിൻ്റെ ആ ഒരു ഇടിക്കുമ്പോൾ ആ ഒരു വേദനയില്ല അത് കൂടുന്നുണ്ട്. അങ്ങനെ അത് മാത്രമല്ല ബൊറൂട്ടോയുടെ ഒബ്സർവേഷനും കൂടുന്നുണ്ട്. അതിനർത്ഥം ഈ കർമ്മ എല്ലാം പീക്കിലേക്ക് കൊണ്ടുപോവാണ്, കൺട്രോൾ ചെയ്യുന്നത് പോലെ ഇരിക്കുന്നതാണ്. എന്നാലും നറൂട്ടോയുടെ മുമ്പിൽ അതൊന്നും നടക്കുന്നില്ല. നറൂട്ടോ എല്ലാ ക്ലോൺസിനെയും പറ്റിക്കുകയാണ്, നറൂട്ടോയുടെ ക്ലോണിനെ ഇടയ്ക്ക് ഇവനെ പറ്റിക്കുകയാണ്. ലാസ്റ്റ് ഒരു പഞ്ച് നറൂട്ടോയുടെ വയറ്റിനടിച്ച് വീഴ്ത്തുമെന്ന് നോക്കിയാൽ നറൂട്ടോ അത് പിടിച്ച് നിർത്തുകയാണ്. എന്നിട്ട് ബൊറൂട്ടോനെ പിടിച്ച് അടിക്കാൻ പോകുമ്പോൾ ബൊറൂട്ടോയുടെ കർമ്മ ലൂസായിട്ട് ബൊറൂട്ടോ അവിടെ തന്നെ വീഴാണ്. കർമ്മ പോയതും ബൊറൂട്ടോ പഴയതിൻ്റെ പകുതിയായി, കാരണം അതിൻ്റെ ഇരട്ടി എടുത്തതുപോലെ പകുതി ആയതുപോലെ ആയി. അങ്ങനെ ലാസ്റ്റ് കൈ കൊടുക്കുകയാണ്, കൈ കൊടുത്തിട്ട് പിരിയാണ്. അപ്പോൾ അതെന്താ രണ്ട് കൈ വെച്ച് അങ്ങനെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അത് സമാധാനത്തിന് വേണ്ടിയാണ് ഹിമവാരി പറയുന്നത്. സമാധാനത്തിന് വേണ്ടോ, എല്ലാ ഫൈറ്റും ഇവിടെ അച്ഛനായിക്കോട്ടെ ആരായിക്കോട്ടെ ട്രെയിനിങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇങ്ങനെ ചെയ്യും, കാരണം അവർ രണ്ടുപേരും പിന്നെ ഒരു പ്രശ്നമില്ലെന്ന്. അത് നോക്കുമ്പോൾ നമ്മുടെ ബൊറൂട്ടോയും നറൂട്ടോയും ഭയങ്കരമായിട്ട് ചിരിച്ച് ജോലിയായിട്ട് നിൽക്കുന്നത്, വിച്ച് മീൻസ് അവർ തമ്മിൽ ഒരു പ്രശ്നമില്ല. ഇനി അവർ ആ ഒരു ഫൈറ്റ് സമയത്ത് മാത്രമേ ഫൈറ്റ് കൂടും. എല്ലാം കഴിഞ്ഞ് മിറ്റ്സുകിയും സറാഡയും തിരിച്ചു പോകുമ്പോൾ സറാഡ പറയുന്നുണ്ട് ബൊറൂട്ടോ എത്ര സ്ട്രോങ് ആയി മാറിയേക്കുന്നു, മിറ്റ്സുകി ഞാനും ഒരു ദിവസം സ്ട്രോങ് ആവും, നോക്കിക്കോ എനിക്ക് ഒരുപാട് പവർ വേണമെന്ന്. നമ്മുടെ മിറ്റ്സുകി ആണോ, ഇവരൊക്കെ ഒരു ദിവസം പവർ എന്താണെന്നും അതിൻ്റെ ആ ഒരു സൈഡ് എഫക്റ്റ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം മിറ്റ്സുകിക്ക് ആവശ്യത്തിന് അധികം ഈ ഏജിൽ ഉള്ള പവർ ഉണ്ട്, അവൻ അതിൽ പകുതിയും പുറത്ത് കാണിക്കുന്നില്ല, പകുതിയല്ല ഏകദേശം 90% മിറ്റ്സുകി പുറത്ത് കാണിക്കുന്നില്ല. ഇതിനുശേഷം നമ്മളെ കാണിക്കുന്നത് നമ്മളുടെ സ്വന്തം കവാക്കിനെയാണ്. നമ്മളുടെ കവാക്കിയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്, കാരണം ബൊറൂട്ടോ എന്ത് ഹാപ്പിയാണ്, അവൻ്റെ ലൈഫ് തുടക്കം മുതലേ അവനിങ്ങനെ ഹാപ്പി ആയിരുന്നിട്ടുണ്ടാവും. നറൂട്ടോ എത്ര നന്നായിട്ടാണ് ബൊറൂട്ടോനെ നോക്കുന്നതെന്നാണ് തോന്നുന്നത്, കാരണം ഒന്നുമില്ലാത്തവന് ഇത്രയെങ്കിലും കാണുമ്പോൾ അതൊരു സന്തോഷം. ജിഗനാണെങ്കിൽ വാറിയിട്ട് ഒട്ടിയാണ് നമ്മളുടെ കവാക്കിനെ അടിച്ചിട്ട് പറയും നിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, നീ ഭയങ്കര വേസ്റ്റാണ്, നീ വെറും ഒരു പൊള്ളയായ പാത്രമാണ്, നിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, മനുഷ്യരുടെ ഉള്ളിൽ വല്ലതും കാണും, നിൻ്റെ ഉള്ളിൽ എന്താണ് ഒന്നുമില്ലാത്തതെന്ന് പറഞ്ഞ് ജിഗൻ
അടിച്ചടിച്ചാണ് നമ്മുടെ കവാക്കിനെ പഠിപ്പിക്കുന്നത്. ജിഗൻ അടിച്ചിട്ട് നമ്മൾ വലിച്ചെടുത്ത് അടിയോടടി റോഡ് വെച്ച് അടിക്കുന്നു, തലയെ പിടിച്ച് വലിച്ചടിക്കുന്നു. അങ്ങനെ ഭയങ്കര ടോർച്ചർ. നീ മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ട് പഠിച്ചോണം, ഇല്ലെങ്കിൽ നിൻ്റെ ഉള്ളിൽ ഒന്നുമില്ലാതെ നീ വെറും ഒരു വേസ്റ്റായിട്ട് മാറും. ഞാനാണ് നീ ഞാൻ പോലെ ആവണം, അപ്പോൾ അതുപോലെ നീ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത്. അത് ഓർക്കുമ്പോൾ തന്നെ എന്തോ ഒരു പേടി നമ്മളുടെ കവാക്കിയുടെ ഉള്ളിൽ വരുന്നുണ്ട്. കവാക്കി പോയി നാരുട്ടോനെ കാണുന്നുണ്ട്. നാരുട്ടോ വർക്കെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മളുടെ കവാക്കി സംസാരിക്കുന്നുണ്ട് നാരുട്ടോണ്ട്. നാരുട്ടോ പറഞ്ഞുകൊണ്ട് ഇതൊരു രസമാണ് വീട്ടിൽ ഇരുന്ന് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മളുടെ ബൊറൂട്ടാണെങ്കിൽ ഇവൻ ഇതുവരെ ഒട്ടിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഗമ്മ എടുത്ത് അവനെ തിരക്കി പോകുന്നുണ്ട്. കാവക്കി പറയാണ്, എൻ്റെ ആ ഒരു സമയത്ത് ഞാൻ ചക്ര അങ്ങനെ ഒരു സംഭവം കേട്ടില്ല. എൻ്റെ ഉള്ളിൽ ആകെ ഉള്ളത് കർമ്മയാണ്. അപ്പോൾ ആ ഒരു കർമ്മയുടെ പവർ വെച്ചാണ്, അല്ലെങ്കിൽ കാമയുടെ പവർ വെച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ചക്ര ഉണ്ടാക്കണം എന്നൊരു ഫീൽ ഉണ്ടെന്ന്. നാറൂട്ടോ എന്തോ ഇത് എക്സ്പെക്ട് ചെയ്തതുപോലെ നിൽക്കുകയാണ്. ഇത് കേൾക്കുന്ന ബൊറൂട്ടോയ്ക്കും സന്തോഷമാണ്. കാരണം അവനും നമ്മളെപ്പോലെ ഒരാളായിട്ട് വരികയാണല്ലോ. നമ്മളുടെ ബൊറൂട്ടോ ആയിക്കോട്ടെ നാറൂട്ടോ ആയിക്കോട്ടെ ചെറുപ്പത്തിൽ അവർ ഒറ്റപ്പെടൽ ഒരുപാട് ഫീൽ ചെയ്ത ആൾക്കാരാണ്. ബൊറൂട്ടോയുടെ ചുറ്റും എല്ലാവരും ഉണ്ടായിരുന്നിട്ടും നാറൂട്ടോ ഇല്ലായിരുന്നു എന്ന ആ ഒരു ഫീല് ബൊറൂട്ടോനെ ഒരുപാട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളുടെ നാറൂട്ടോ ഭയങ്കര കെയറിങ് ആയിട്ട് ബൊറൂട്ടോനെയും കവാക്കിനെ നോക്കുന്നതുകൊണ്ട് തന്നെ അതങ്ങനെ മാഞ്ഞു പോവാണ്. അപ്പം നമ്മളുടെ നാറൂട്ടോ സംസാരിക്കുകയാണ്, ഞാനും പണ്ട് നിന്നെ പോലെ തന്നെ ആയിരുന്നു. എൻ്റെ ഉള്ളിൽ എന്താ ഉള്ളായിരുന്നെന്ന് വെച്ചാൽ ഞാനൊരു ജിഞ്ചുറുക്കിയായിരുന്നു. എൻ്റെ ഉള്ളിൽ ഡെയിലി വേസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കത് എങ്ങനെ ചക്രയാക്കി കൊണ്ടുവരണം, അതെങ്ങനെ യൂസ് ചെയ്യണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് ആൾക്കാർ കടന്നു വന്നു. അവരാണ് ഓരോരുത്തരായിട്ട് അത് പഠിപ്പിച്ചു തന്നത്. ഒരുപക്ഷെ അവർക്ക് പഠിപ്പിക്കുന്ന രീതിയിൽ പഠിപ്പിക്കാൻ പറ്റില്ല, പക്ഷേ എൻ്റെ ലൈഫിൻ്റെ പാർട്ടായിട്ട് നിന്നിട്ട് അവരെന്നെ പഠിപ്പിച്ചു. ശരിയാണ്, നിൻ്റെ ഈ പ്രായത്തിലുള്ള ഇവിടുത്തെ പിള്ളേരെല്ലാം പൊളിയാണ്. പക്ഷെ നിനക്ക് അങ്ങനെ ആവാൻ പറ്റൂല എന്നല്ല. നീ ഇനി വിചാരിച്ചാലും നിന്നെ കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. നിനക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ കൂടെ ഉണ്ട്, ബൊറൂട്ടോ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളുടെ ബൊറൂട്ടോയ്ക്കും സന്തോഷമാണ്. സാറാടേയും സാസ്കിയും കൂടെ ഫുഡ് കഴിക്കുമ്പോൾ സാക്കുറ എടുത്ത് പറയുന്നത് സൂപ്പർ ഫുഡായിട്ടുണ്ടെന്ന്. അപ്പോൾ സാക്കുറയ്ക്ക് ഭയങ്കര ഷൈ ആവുന്നുണ്ട്. സാസ്കി പറയുന്നുണ്ട് നല്ല ഫുഡായിട്ടുണ്ട് എന്ന് പറയുന്നതോടെ സാക്കുറയുടെ കൺട്രോളിൽ പോയി നിൽക്കുകയാണ്. അപ്പം നമ്മളുടെ സറാട പറയാണ്, എനിക്ക് ചിഡോരി പഠിക്കണം. ഓ ചിഡോരി എന്ന രീതിയിൽ നമ്മളുടെ സാക്കുറ നോക്കുന്നുണ്ട്. എന്തായാലും നീ കുറച്ച് ഹാർഡായിട്ട് ട്രെയിനിങ് എടുക്കേണ്ടി വരും ബേബി എന്ന് നമ്മളുടെ ആര് പറയുന്നുണ്ട്, സാസ്കി പറയുന്നുണ്ട്. അതിനുശേഷം കവാക്കിനെയാണ് കാണിക്കുന്നത്. കവാക്കി ആണെങ്കിൽ പൊട്ട സംഭവങ്ങൾ എടുത്തുകൊണ്ട് വരികയാണ്. കാരണം നാറൂട്ടോ പറഞ്ഞു ഒന്നിനെയും വേറൊന്നിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല, അത് ഓർത്തിട്ട് എടുത്തിട്ട് വരാണ്. അതേസമയം കോജികാഷി ആണെങ്കിൽ അതിൻ്റെ ടോഡിനെ വെച്ചിട്ട് കവാക്കിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഓ നീ ഹൊക്കാഗയുടെ വീട്ടിലെത്തിയോ നാറൂട്ടോ, നീ ഇനി അവനെ നന്നായിട്ട് നോക്കുമെന്ന് അറിയാം, കറക്റ്റ് സ്ഥലത്താണ് നീ എത്തിയേക്കുന്ന മാതിരി കോജികാഷി ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ കവാക്കി ആണെങ്കിൽ ഇത് എടുത്തിട്ട് പോയിട്ട് ഒട്ടിക്കാനായിട്ട് ശ്രമിക്കാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ എന്തിനാണ് ഈ സംഭവങ്ങളെല്ലാം എടുത്തിട്ട് വീടിനകത്ത് പോവാണ്. ഇതൊന്നും നമ്മളുടെ ബൊറൂട്ടോ അറിയുന്നില്ല. ആ ഒരു പോട്ടിനെ ഒരിക്കലും ഈ ഒരു പോട്ടിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റൂല എന്ന് കവാക്കിക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ട്. ഇവരുടെ ഫാമിലി ഫോട്ടോ കാണുമ്പോൾ അത് അവന് ഭയങ്കരമായിട്ട് ഫീൽ ആവണം. അവൻ അതൊക്കെ എടുത്ത് വെച്ച് നോക്കുകയാണ്. കാരണം അവൻ്റെ ഫാമിലിയുടെ കൂടെ അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മളെ കവാക്കി അത് ഓരോ പീസായിട്ട് എടുത്ത് എങ്ങനെ ഒട്ടിക്കണമെന്ന് നോക്കുകയാണ്. ഇത് കണ്ടിട്ട് ഹിമവാരി വന്ന് നോക്കുന്നുണ്ട്. കവാക്കി ദേഷ്യപ്പെടുമെന്ന് അറിയാവുന്നുണ്ടെങ്കിൽ ഹിമവാരി പമ്മി പോയിട്ട് കവാക്കിയുടെ അടുത്ത് പോയിരിക്കുകയാണ്. ഞാനൊന്നും മിണ്ടണ്ട എന്ന രീതിയിൽ കവാക്കിനെ ഒളിച്ച് നോക്കുകയാണ്. കവാക്കി ഓൾറെഡി കണ്ടു കഴിഞ്ഞു അവളെ. നീ അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു, എഴുന്നേറ്റോ എന്ന രീതിയിൽ നമ്മളുടെ കവാക്കി പറയാണ്. ഓ ഞാൻ അങ്ങനെ വിചാരിച്ചില്ല, അല്ല ഇത് ഒട്ടിക്കേണ്ട ഒരു ആവശ്യമില്ല, മറ്റേത് തന്നെ നല്ലതാ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും കാവക്കി പറയാണ്, അതെ എനിക്കും തോന്നി ഇത് ഒട്ടിക്കുന്നത് സമയം പോക്ക് കാര്യമാണ്. ആ ബൊറൂട്ടോ പിന്നെ ചുമ്മാ എന്നെ അങ്ങ് ചൊറിയാണെന്നേ, അവൻ ഇതൊന്നും കൊണ്ട് സാറ്റിസ്ഫൈഡ് ആവില്ലെന്നാ തോന്നുന്നതെന്ന്. അപ്പോഴത്തേക്കും ഹിമവാരി പറയാണ്, അങ്ങനെ തന്നെയാണ് ബൊറൂട്ടോ, അങ്ങനെ തന്നെയാണ്, നീ അതൊന്നും കാര്യമാക്കേണ്ടെന്ന രീതിയിൽ കാവാക്കിയോട് ഹിമവാരി സംസാരിക്കുന്നുണ്ട്. എന്നാൽ തന്നെയും കാവാക്കി പറയുന്നുണ്ട്, നീ എന്നെ അത്ര കരുതലോടൊന്നും കാണണ്ട, നീ എന്നെ ബ്രദറിനെ പോലെ കാണണ്ട, നിന്റെ പുറത്ത് എനിക്ക് ഒരു കടമയും വെച്ചേക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഒരു സംഭവം വെച്ചേക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. ഇതെല്ലാം നമ്മളുടെ കോജികാഷി കാണുന്നുണ്ട്. ഓ കവാക്കിക്ക് വന്ന മാറ്റം എല്ലാം കോജികാഷി കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. കോഡിനെ അമഡോനെയും കാണിക്കുകയാണ് നമ്മളുടെ കാറയുടെ സെന്ററിൽ. അവിടെ നമ്മളുടെ കോഡും അമഡോയും കൂടെ സംസാരിക്കുകയാണ്. കോഡ് ചോദിക്കുന്നുണ്ട്, എന്തായി എല്ലാ വിവരങ്ങളും? അമഡോ പറയാണ്, എന്താവാൻ, നീ വിചാരിക്കും പോലെ തന്നെ എല്ലാവരെയും ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പോവാണെന്ന്. ഓ നീ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പോണേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന രീതിയിൽ കോഡ് പറയാണ്. ഇവൻ എന്തേ ഇത്ര സ്മാർട്ടായിട്ട് നിൽക്കുന്നു എന്ന് അമഡോ നോക്കുന്നുണ്ട്. നല്ല വലിയ പ്രശ്നക്കാരനല്ല ചെറുക്കൻ എന്ന രീതിയിൽ അമഡോ വിടാണ്. അതിനുശേഷം നമ്മളുടെ ഡെൽറ്റനെ കാണിക്കാണ്. വില്ലേജിൽ പോയ കോജികാഷി എന്നെ പറ്റിച്ചു, അയാൾ ഒറ്റയ്ക്ക് എല്ലാ ക്രെഡിറ്റും നേടാൻ നോക്കാണെന്ന് മനസ്സിലാക്കി ഡെൽറ്റ എന്തിയാണ് അതിനുള്ളിലേക്ക് കയറാൻ പോകണം. പക്ഷേ ഇവിടെ എവിടെയാണ് കവാക്കി ഉള്ളതെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഡ്രോണിനെ പറത്തി വിടാണ്. വില്ലേജ് കണ്ടോ നമ്പർ എടുക്കുന്നുണ്ട് നമ്മളുടെ ഡെൽറ്റ. അതിനുശേഷം നമ്മളുടെ കവാക്കിനെ കാണിക്കാണ്. ഹിമവാരിയുടെ കൂടെ ഇരുന്ന് ആ ഒരു ചട്ടി വൃത്തിയാക്കി ഒട്ടിക്കുകയാണ്. അപ്പം നമ്മളുടെ ബൊറൂട്ടോ അങ്ങോട്ട് വരാണ്. നീ ഇത് ചെയ്യൂലെന്നല്ലേ പറഞ്ഞത്, പിന്നെ നീ എന്തിനാ ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ നിന്നോടാരാ പറഞ്ഞത്, നിനക്ക് വേണ്ടിയാ ചെയ്യുന്നതെന്ന്, ഞാനത് ഹിമവാരിക്ക് വേണ്ടിയാ ചെയ്യുന്നതെന്ന് പറയണം. ഓ അങ്ങനാണല്ലേ എന്ന് ബൊറൂട്ടോ ചോദിക്കാം. അങ്ങനെ നമ്മളുടെ ബൊറൂട്ടോ പറയാണ്, ഞാൻ ട്രെയിനിങ്ങിന് പോവാണ്, നീ എൻ്റെ കൂടെ വരുമോ എന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ കവാക്കി ആണെങ്കിൽ കർമ്മ യൂസ് ചെയ്ത് നോക്കാലോ എന്ന് വെച്ചിട്ട് എന്തിയാണ് നമ്മളുടെ ബൊറൂട്ടോയുടെ കൂടെ പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. കവാക്കിക്ക് ചക്ര എന്താണെന്ന് പഠിക്കണം, ബൊറൂട്ടോയ്ക്ക് കർമ്മ എന്താണെന്ന് പഠിക്കണം. ഇവർ രണ്ടുപേരും കൂടെ തല്ലുപിടി
എവിടെയാവുമെന്ന് മനസ്സിലാക്കിയ നാറൂട്ടോ കൂടെ നിൽപ്പുണ്ട്. ഹിമവാരി കാണാൻ നിൽപ്പുണ്ട്. രണ്ടുപേരും കൂടെ കിടിലം ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. കർമ്മ കവക്കെ ആക്ടിവേറ്റ് ചെയ്ത ഉടനെ ബൊറൂട്ടോയുടെ പുറത്തും എപ്പോഴത്തേം പോലെ ആക്ടിവേറ്റ് ആവാണ്. നാറൂട്ടോ അത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. കാരണം ഇത്ര സമയത്തിനുള്ളിൽ ബൊറൂട്ടോയുടെ പുറത്ത് അത് വരുന്നുണ്ട്. കാരണം രണ്ടുപേർക്കും ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് വന്നേക്കുന്നത്. രണ്ടുപേരും ഏകദേശം സിമിലർ പോലെയാണ്. പക്ഷെ രണ്ടുപേരും രണ്ട് രീതിയിലാണ് അത് യൂസ് ചെയ്യുന്നത്. കവക്കി കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ലെവലാണ്. അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ടൈപ്പ് മൈക്രോ ഇതുണ്ട്. അത് ഓൾറെഡി നമ്മളുടെ സയൻറ്റിസ്റ്റ് പറഞ്ഞതാണ്. ആ ഒരു സംഭവം കൊണ്ടിട്ടാണ് അവൻ കൈയൊക്കെ ഇത്ര വലുതാക്കുന്നത്. അത് വെച്ച് ബൊറൂട്ടോയ്ക്ക് അങ്ങനെ പഞ്ച് ചെയ്ത് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അവൻ തന്നെയാണ് എല്ലാ പഞ്ചിലും ജയിച്ചുകൊണ്ടിരിക്കുന്നത്. കവക്കി അടിക്കുന്ന ആട്ടിയിൽ അവിടെ പൊളിഞ്ഞ് തെറിച്ചടിച്ച് പോവാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ എങ്ങനെ രക്ഷപ്പെടണമെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഇത്ര സ്പീഡ് ഉണ്ടായിട്ടും ഇത്ര സ്കിൽ ഉണ്ടായിട്ടും നീ എന്തുകൊണ്ട് ഇത് കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്ന് നമ്മുടെ കവക്കി ചോദിക്കുകയാണ്. അവൻ എപ്പോഴത്തേം പോലെ ആ ഒരു അല്ലെങ്കിൽ കർമ്മ റിലീസ് യൂസ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. പക്ഷെ അവന് കറക്റ്റായിട്ട് ആ കർമ്മ അല്ലെങ്കിൽ കർമ്മ കൃത്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് ബൊറൂട്ടോനെ കൊണ്ട് പറ്റുന്നില്ല. നമ്മളുടെ കവക്കി പറഞ്ഞു കൊടുക്കുകയാണ് ഇത് ട്രാക്കിംഗ് ക്രിംസൺ ബുള്ളറ്റ് ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് സിങ്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇത് മിക്കവാറും കാറ മെമ്പേഴ്സിൻ്റെ അടുത്തും കാണും. അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇത് നീ ചെയ്ത് നോക്ക് എന്ന രീതിയിൽ നമ്മളുടെ ബൊറൂട്ടോയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പക്ഷെ ബൊറൂട്ടോനെ കൊണ്ട് വരുന്നില്ല ആ സംഭവം. അതങ്ങോട്ട് ശരിയാവുന്നില്ല. ബൊറൂട്ടോ ഇത് ലേസർ പോലാണെന്നൊക്കെ പറഞ്ഞ് ചെയ്യാൻ പറയുമ്പോൾ കൈയൊക്കെ വന്ന് പോലെ എന്താടാ നീ എനിക്ക് പറഞ്ഞു തരുന്നത് എന്നെ കൊള്ളാനായിട്ട് എന്ന് പറഞ്ഞ ബൊറൂട്ടോ നിൽക്കുകയാണ്. പേരും കളയും വിലയും കളയും ഇവരെന്നും പറഞ്ഞ് നാറൂട്ടോ നിൽക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മളുടെ കോജിക്കാക്ഷി നോക്കുന്നത്. അതേസമയം ഇവർ സീൽ ഓഫ് റീകോൺസിലേഷൻ എന്തെയാണ് കൊടുക്കാൻ തീരുമാനിക്കുന്നത്. അതിങ്ങനെ കൈ രണ്ടും ഇങ്ങനെ കുറുകുതു വെക്കാനുള്ള സംഭവം. അങ്ങനെ അത് നോക്കുമ്പോൾ ബൊറൂട്ടോയുടെ കൈ ഫുൾ മുറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് ബൊറൂട്ടോയ്ക്ക് പേടിപ്പെടുത്തുന്ന ഒന്ന് വരാണ്. അതെ, മോമോഷിക്ക് അവൻ്റെ മനസ്സിലേക്ക് വരാണ്. നീ എൻ്റേതാണ് എന്ന രീതിയിൽ അവൻ്റെ മനസ്സിൽ പറയാണ്. ഇത് കവാക്കിക്കും എക്സ്പീരിയൻസ് ആവുന്നുണ്ട്. എന്തോ ഭയങ്കരമായിട്ട് ഇവരുടെ ചേരാത്തൊരു ചക്രയാണെന്ന രീതിയിൽ ഇവർക്ക് തോന്നുകയാണ്. അതായത് കട്ടയ്ക്കൊരു റിപ്പൾഷൻ ആണ് അവിടെ നടക്കുന്നത്. അതായത് ഈ രണ്ട് സംഭവം കൂടെ എന്തായാലും നമ്മളുടെ ബൊറൂട്ടോയും കവാക്കിയും കൂടെ ഇങ്ങനെ സിങ്കായി പോകത്തേ ഇല്ല. അമ്മാതിരി ഫീലാണ് അവർക്ക് വരുന്നത്. അതായത് അടിച്ച് തെറിച്ച് പുറകോട്ട് പോകുന്നത് പോലെയാണ് തോന്നിയത്. ഭയങ്കരമായിട്ട് കൈ വേദനിക്കാണ്ട് രണ്ടുപേർക്കും അങ്ങനെ ചേർത്ത് വെച്ചതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മൾ നാറൂട്ടോ രണ്ടുപേരും വിളിച്ചിട്ട് വീട്ടിലേക്കൊക്കെ പോകുന്നുണ്ട്. ബൊറൂട്ടോയ്ക്ക് ഇപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടായിരിക്കും അതുണ്ടായെന്ന്. കോജിക്കേഷിക്കും കാര്യം മനസ്സിലായിട്ടില്ല. ഓ, അപ്പം മൊമോഷിക്കാണ് ഇവനെ തിരഞ്ഞെടുത്തതെന്ന് ഉറപ്പായി എന്നുള്ള കാര്യം കോജിക്കേഷി പെട്ടെന്ന് ഓർത്തെടുക്കുകയാണ്. ഡെൽറ്റ ആണെങ്കിൽ അവിടെ ഫുൾ ട്രാക്ക് ചെയ്യാണ്. അങ്ങനെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ നിൽക്കുന്ന നാറൂട്ടോ, ബൊറൂട്ടോ, ഹിമവാരി, കവാക്കിനെ കാണാണ്. അപ്പോഴത്തേക്കും കവാക്കി ആണെങ്കിൽ ഡ്രോണിനെ കാണുന്നില്ല. അവൾ ജെറ്റ് വേഗത്തിൽ നമ്മളുടെ റൺവേ ബൂസ്റ്റർ വെച്ചിട്ട് പറന്നു പോകാനുള്ള കാലിൽ കിടന്നെയാണ് റൺവേ ബൂസ്റ്റർ. അതും വെച്ച് പറന്നു പോവാണ്. ഇവള് കയറിയതും യമനക ക്ലാനിലുള്ള നമ്മളുടെ ഈനോ കണ്ടുപിടിച്ചു. അത് യമനക ക്ലാനിലെ നമ്മളുടെ സെക്യൂരിറ്റി ടീമും കണ്ടുപിടിച്ചു, ബാരർ ടീമും കണ്ടുപിടിച്ചു. പെട്ടെന്ന് വില്ലേജ് ഫുള്ള് അലേർട്ട് ആവുകയാണ്. ഷിനോബീസ് ഫുള്ള് അലേർട്ട് ആവുകയാണ്. നാറൂട്ടോ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്താനുള്ള സമയം തന്നെ അവർ കണ്ടുപിടിച്ചു. പെട്ടെന്ന് എത്താൻ പറ്റുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നാറൂട്ടോനെ അത് ഇൻഫോം ചെയ്യാണ്. ഇങ്ങനെ ഒരാൾ നിങ്ങളുടെ നേർക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ജെറ്റ് വേഗത്തിൽ എന്തോ ഒരു സംഭവം, എന്തോ ഒരു ചക്ര, പുതിയ ചക്ര, അതും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ചക്ര കയറിയിട്ടുണ്ട്. അവൾ ഒരു ഫീമെയിലാണ് എന്ന രീതിയിലും പറഞ്ഞു കൊടുക്കുകയാണ്. പെട്ടെന്ന് പറഞ്ഞു തീർന്നില്ല. ഡെൽറ്റ വന്ന് നമ്മളുടെ നാറൂട്ടോയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആകെ പുകമയം. നമ്മളുടെ നാറൂട്ടോ കവാക്കിനെയും ബൊറൂട്ടോനെയും ഹിമവാരിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഒരു ഇതിൽ നിൽക്കുകയാണ്. നാറൂട്ടോയ്ക്ക് എങ്ങനെ ഇവരെ പ്രൊട്ടക്ട് ചെയ്യണമെന്നോ എങ്ങനെ ഇവളെ അറ്റാക്ക് ചെയ്യണമെന്നോ അറിയാൻ വയ്യ. കവാക്കി കണ്ട ഉടനെ പറഞ്ഞു, ഡെൽറ്റ നീ എന്താ ഇവിടെ എന്ന രീതിയിൽ. ഓ മോനെ, നീ ഇവിടെ വന്നങ്ങ് രസിക്കുവാണ്. വില്ലേജ് ഒരുപാട് ഡെവലപ്പ് ആയതുകൊണ്ട് തന്നെ നിനക്ക് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ എൻജോയ് ചെയ്യാൻ കാണും. പക്ഷെ നിന്നെ പിടിച്ചോണ്ട് ചെല്ലാവുന്നതാണ് എൻ്റെ മിഷൻ. എൻ്റെ അവനെ എന്ന് പറയണം. നീ വരുമ്പോൾ ചോദിക്കുമ്പോൾ തരാൻ എൻ്റെ മക്കളെന്താ നിനക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതോ എന്ന രീതിയിൽ നമ്മളുടെ നാറൂട്ടോ നിൽക്കണം. നിൻ്റെ മോനും കൊള്ളാലോ എന്ന നല്ല തമാശയാവുന്ന രീതിയിൽ ഡെൽറ്റ നിൽക്കണം. അപ്പോഴത്തേക്കും നാറൂട്ടോ പറയണം, നീ ഇവരെ പറ്റിയാണോ പറയുന്നത്? കാവാക്കിനെ പറ്റി. കാവാക്കിനെ മാത്രമല്ല, ഇവിടെ വന്നപ്പോൾ ബൊറൂട്ടോനെയും കൊണ്ടുപോകാൻ എനിക്ക് തോന്നുന്നുണ്ട്. എന്നെ തരാട്ടോ, ഒന്നും മാറി നിൽക്കോ എന്ന രീതിയിൽ ഡെൽറ്റയോട് നമ്മളുടെ നാറൂട്ടോ സംസാരിക്കുകയാണ്. താൻ ഇങ്ങനെ സംസാരിക്കും, ഞാൻ ആരാന്നറിയോന്ന് പറഞ്ഞ് നാറൂട്ടോന്റെ ടൈറ്റ് സ്റ്റൈലിൽ കാലും കൊണ്ട് അടിക്കാൻ വരുന്നുണ്ട്. ഡെൽറ്റ കാല് പിടിച്ചെടുത്ത് തറയിലടിച്ചത് മണ്ണ് അവിടെ കിടന്ന് കവി തിന്നുന്നുണ്ട് നമ്മളുടെ ഡെൽറ്റ. എന്താടാ നീ എന്നെ കാല് പിടിക്കോ, നീ എന്നെ തോപ്പിക്കാൻ നോക്കോ, ഞാൻ ആരാന്നറിയോ, എത്ര പവർഫുൾ ആണെന്നറിയോ എന്നും പറഞ്ഞ് ഡെൽറ്റ ചാടി എന്നിട്ട് ഓടി വരുന്നുണ്ട്. പിന്നെയും നമ്മളെ നാറൂട്ടോയുടെ അടുത്തേക്ക്. നാറൂട്ടോ എന്താണ് നമ്മളെ നാറൂട്ടോ എപ്പോഴും ചെയ്യുന്നത് പോലെ റസങ്കൻ എടുത്ത് അടിക്കുകയാണ്. പക്ഷെ റസങ്കൻ എന്തോ ഒരു സംഭവം ഇപ്പോഴും വലിച്ചെടുക്കാണ് റസങ്കനെ. പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറാനായിട്ട് കവാക്കി നാറൂട്ടോനോട് പറയാണ്. നാറൂട്ടോ എന്താന്ന് പറഞ്ഞ് നോക്കിയാൽ അവൾ ആ റസംഗം ഫുള്ള് വലിച്ചെടുത്തല്ലോ. അത് തന്നെയാണ് അവളുടെ ആ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള കണ്ണ്, അതായത് വ്യത്യാസം വരുത്തിയേക്കുന്ന കണ്ണ്. അതാണ് അവളുടെ സയന്റിഫിക് നിഞ്ച ടൂള്. അങ്ങനെ അവൾ അവളുടെ കോട്ടും സ്യൂട്ടും ഒക്കെ അഴിച്ചിട്ടിട്ട് എന്തിയാണ് നാറൂട്ടോനോട് കട്ട ഒരു ഫൈറ്റിന് ഇറങ്ങുകയാണ്. അവളുടെ കാലാണെങ്കിൽ അവൾ ഒരു പെട്ടെന്നൊരു ത്രോൺ പോലാക്കാണ്, അതായത് മുള്ള് റൈസിങ് ത്രോൺ ടെക്നിക്കാണ് അവൾ അവിടെ ചെയ്യുന്നത്. അങ്ങനെ അവൾ എന്തിയാണ് നാറൂട്ടോയ്ക്ക് നേരെ അത് വെച്ച് പാഞ്ഞു വരികയാണ്. അത് വെച്ച് കിട്ടുന്ന ചവിട്ടൊന്നും ചുമ്മാ ഒന്നും അല്ല, നല്ല
വേദനയാണ്. നറൂട്ടോ 2-3 അടിയിൽ തന്നെ ചക്രാമോട്ടിലേക്ക് പോകണം. എന്നിട്ട് പിന്നെ പറയണോ ഇവള് വേറെ ഇട്ട് അടിക്കുകയാണ്. ഇവൾക്ക് കിട്ടുന്ന അടിക്ക് ഒരു കണക്കുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നറൂട്ടോയുടെ സ്പീഡും അതുപോലെ തന്നെ നറൂട്ടോയുടെ ആ ഷാർപ്നെസ്സും കണ്ട് ഇവള് തന്നെ ഞെട്ടിപ്പോവാണ്. കാരണം ഇവള് വരുന്നത് നറൂട്ടോ നിസ്സാരമായിട്ട് കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ നറൂട്ടോയുടെ തക്കം കിട്ടിയൊരു തക്കം നോക്കി ഗ്രേറ്റ് ക്രഷിംഗ് ഫ്യൂണറൽ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് അവൾ ചെയ്യണം. അത് ഈ റൈസിംഗ് ത്രോൺ ടെക്നിക്ക് തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടെ വലിയ മുള്ളാണ് ഉണ്ടാക്കുന്നത്. ആ മുള്ള നറൂട്ടോയുടെ വയറ്റിൽ കൂടെ കയറുകയാണ്. അവള് വെറുതെ വിടുന്നില്ല. നറൂട്ടോ അവളുടെ കാലിൽ നമ്മളെ ചക്രാമ്പ് വെച്ചിട്ട് അടിക്കുകയാണ്, കൈ വെച്ച് അടിച്ചൊടിക്കുകയാണ് അവളുടെ കാല്. പിന്നെയും അത് റീജനറേറ്റായി വരുന്നുണ്ട്. നറൂട്ടോ തീരെ മേലാതെ അവിടെ കിടക്കുമ്പോൾ തന്നോടിലും മര്യാദയ്ക്ക് ആദ്യമേ പറഞ്ഞാണ് അവനെ വിട്ട് താന്ന്, പക്ഷെ താൻ കേട്ടില്ല. ഇനി ഒരാളെയും ഞാൻ വെറുതെ വിടാൻ പോകില്ല എന്ന് പറയാണ്. അപ്പോൾ നറൂട്ടോ പറയാണ് എനിക്കിനി മേലാന്ന പോലെ നറൂട്ടോ കിടക്കാണ്, ഇനി മേലാതെ പറയുന്നുണ്ട്. അത് കേട്ടതും ഡെൽറ്റയ്ക്ക് ഭയങ്കര സന്തോഷം. ഓ വലിയ ഹൊക്കാഗെയാണത്രേ, വാറൊക്കെ ലീഡ് ചെയ്ത ആളാണത്രേ, ഇത്രയേ ഉള്ളൂ എൻ്റെ മുമ്പിലെന്നും പറഞ്ഞ ഒരൊറ്റ ചവിട്ടാണ് അവൻ നറൂട്ടോ തെറിച്ചടിച്ച് പോയൊരു സ്ഥലത്ത് വീഴുന്നുണ്ടാവും. നമ്മളുടെ ഡെൽറ്റ ആണെങ്കിൽ പോയിട്ട് അവൻ്റെ വയറ്റിൽ കുത്തിയേക്കുന്ന ആ ഒരു ത്രോണില്ലേ അത് കുറച്ചുകൂടെ താഴ്ത്തി ചവിട്ടി പിടിച്ചിട്ട് പറയാണ് നോക്കിക്കോ, ഇനി ഞാൻ ചുമ്മാ പോകില്ല. ഇവിടെ കഴിഞ്ഞ ഓരോ സമയത്തിനും ഞാൻ തന്നോട് പ്രതികാരം വീട്ടും, നോക്കിക്കോ ഞാൻ എല്ലാം വാങ്ങിച്ചുകൊണ്ടേ പോവാന്ന് മിക്കവാറും. അങ്ങനെ നറൂട്ടോ എന്തിയാണ് പറയാണ് ഞാൻ തോറ്റു, നീ ഇനിയെങ്കിലും പറ കാറയുടെ ഉദ്ദേശം എന്തുവാണ്, ആരാണ് നിങ്ങളുടെ ലീഡർ എന്ന് എനിക്കറിയാം, പക്ഷേ അയാളുടെ ഉദ്ദേശം എന്തുവാണ് നീ മര്യാദയ്ക്ക് പറയാൻ. അപ്പോഴത്തേക്ക് അവൾ പറയണം ഒരിക്കലുമില്ല, തന്നോട് ഞാൻ ഒരിക്കലും പറയില്ല, താനങ്ങനെ ചാവാൻ പോകുന്ന നിമിഷത്തിൽ പോലും താൻ ആ സത്യം അറിയരുത് എന്ന രീതിയിൽ പറയാണ്. സത്യത്തിൽ ഇവക്കും കാര്യം മനസ്സിലായി, ഇവൾക്കും അറിയത്തില്ല എന്ന കാര്യം നറൂട്ടോയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നറൂട്ടോ എന്തിയാണ് ഇവള് ആ ഒരു ത്രോൺ വലിച്ചൂരിയതും നറൂട്ടോ ഒന്നുകൂടെ ചോദിക്കാണ് പറയോ. അപ്പോൾ അവൾ പറയണം ഇല്ല പറയില്ലെന്ന്. ഓക്കെ മോളെ, എല്ലാം പറഞ്ഞതുപോലെ ശുഭം എന്ന് പറഞ്ഞാൽ നറൂട്ടോ ചോടി എഴുന്നേറ്റ് പറന്ന് ദൂരെ പോയി നിൽക്കുകയാണ്. നറൂട്ടോയുടെ വേഗത കണ്ട് ഞെട്ടിപ്പോവാണ്. കാരണം ഇപ്പോൾ ഇയാളല്ലേ ചക്ര തീർന്നു വീണേ, നീ എന്താ കുറാമയുടെ ചക്ര വിചാരിച്ചത് കുളത്തിൽ കിടക്കുന്ന മീനെന്നോ, ഒരുപാടുണ്ട് മോളെ, കടല് പോലെയാണ് എന്ന രീതിയിൽ നറൂട്ടോ നിൽക്കാണ്. ടപ്പയെന്ന് ഹീലും ആവുന്നുണ്ട്. ഹീലിംഗ് പവറൊക്കെ കണ്ട് ഇവൾ ഞെട്ടിപ്പോവാണ്. ഇത്ര പെട്ടെന്ന് ഹീലാവണമെങ്കിൽ കുറാമ ആരാ എന്താന്നൊക്കെ പഠിച്ചിട്ട് വരണ്ടേ മോളെ എന്ന് നറൂട്ടോ ചോദിക്കുകയാണ്. തന്നെ ഞാൻ വെറുതെ വിടാൻ പോകില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയിൽ ഡെൽറ്റ വരാണ്. എൻ്റെ ഇത്ര സമയം കളഞ്ഞു, എന്നെ നാണം കെടുത്തി ഈ പിള്ളേരുടെ മുമ്പിൽ, അത് നിനക്ക് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ച നറൂട്ടോ എന്തിയാണ് പിന്നെയും ചക്രമൂട് പീക്കിൽ പൊക്കൊണ്ടുപോവാണ്. അങ്ങനെ നമ്മളുടെ ഡെൽറ്റ ആണെങ്കിൽ ഇവരെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, ഇവർക്ക് നേരെ അറ്റാക്ക് ചെയ്യാനായിട്ട് തൊടുത്തു വിടാൻ പ്ലാൻ ചെയ്യാണ്. എന്നിട്ട് നറൂട്ടോയ്ക്ക് നേരെ ആദ്യം പാഞ്ഞ് തെറിച്ചടിച്ച് ചെല്ലുന്നുണ്ട്. നറൂട്ടോ ആണെങ്കിൽ ചക്രമോട്ടിൽ കൂടെയാണ്, നല്ല സ്പീഡാണ്. നറൂട്ടോ ആണ് ആദ്യം പോയിട്ട് അവളുടെ കൈ രണ്ടും പിടിച്ച് മുട്ടക്ക് പിടിക്കുന്നത്. അവൾക്ക് നല്ല വേദനയുണ്ട്. അവൾ രക്ഷപ്പെടില്ല എന്നായപ്പോൾ നറൂട്ടോ കൊടുത്ത രസങ്ങൾ തന്നെ അബ്സോർബ് ചെയ്ത് വെച്ചില്ലേ, അത് സ്പോഞ്ച് പോലെയാണ്, അത് തിരിച്ചും വിടാൻ പറ്റും. അങ്ങനെ എന്തിയാണ് തിരിച്ചു വിട്ടു കൊടുക്കുകയാണ്. അതിൽ നിന്നും എസ്കേപ്പായി നറൂട്ടോ ദൂരത്തിറക്കുകയാണ്. ഇവളിത് എങ്ങനെ ചെയ്തു, രസങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ബോർട്ട് നോക്കുമ്പോൾ ഉള്ള കാര്യം കവാക്കി പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ അങ്ങോട്ട് ഫൈറ്റ് സ്കൈയിലായിരുന്നു. കാരണം ആകാശത്ത് കിടന്ന് രണ്ടും കൂടെ പെരട്ടി എടുത്തിട്ട് അടിക്കായിരുന്നു. നമ്മളുടെ നറൂട്ടോയ്ക്ക് നേരെ ഒരു പ്രാവശ്യം ത്രോൺ അടിച്ചു, നറൂട്ടോ പെട്ടു. പിന്നെയും അടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് നറൂട്ടോ നിൽക്കുകയാണ്. കാരണം അവൾ വിചാരിക്കുന്ന ഒന്നും അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ പിന്നെ അവൾ ബൂസ്റ്റിംഗ് ടെക്നിക്ക് യൂസ് ചെയ്ത് പറന്നു പോവാണ്. പിന്നെയും നറൂട്ടോ പറയാണ് നീ മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങി വാ, നിന്നെ എന്തായാലും ഞാൻ കൊല്ലും, അല്ലെങ്കിൽ നിന്നെ പിടിക്കും. നീ മര്യാദയ്ക്ക് ഇവിടെ സറണ്ടർ ആയാൽ നിനക്കെല്ലാം നല്ലത്, നീ സറണ്ടറായി കാര്യങ്ങൾ പറയുന്നതാണ് നിനക്ക് ഏറ്റവും നല്ലത്. എനിക്ക് ഒരാളെ കൊല്ലാനുള്ള താല്പര്യമൊന്നും ഇപ്പോൾ ഇല്ല എന്ന് നറൂട്ടോ പറയാണ്. എനിക്കൊരാളെ കൊല്ലാനുള്ള താല്പര്യമുണ്ട്, എനിക്ക് എന്ത് കിട്ടിയാലും ഞാനത് വാങ്ങിച്ചിട്ടേ പോവും, മിക്കവാറും വാങ്ങിച്ചിട്ടേ പോകുമെന്ന് പറഞ്ഞ് നറൂട്ടോ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ഡെൽറ്റ ആണെങ്കിൽ ഭയങ്കര രൂക്ഷമായിട്ട് അത് പേടിപ്പിച്ച് നറൂട്ടോനെ നോക്കുകയാണ്. നറൂട്ടോ പറയണം ഒരവസരം കൂടെ ഞാൻ നിനക്ക് തരാണ്, ഇവിടെ സറണ്ടർ ആയിക്കോ, ലീഫ് വില്ലേജിന് മുന്നേ വന്നിട്ട് നീ കളിക്കരുത്, നീ വിചാരിക്കുന്ന ഇടമല്ല നീ നിൽക്കുന്നത്, കാരണം നീ വിചാരിക്കുന്നേക്കാളും കുറച്ചധികം ഞങ്ങൾ മുന്നിലാണ്, നീ വിചാരിക്കും പോലെ കാര്യങ്ങൾ നടക്കൂല എന്ന് പറയുമ്പോൾ എന്ത് നടക്കൂല എന്നാണ് താൻ പറയുന്നതെന്ന് പറഞ്ഞ് ഡെൽറ്റ പിന്നെയും അറ്റാക്ക് തുടങ്ങുകയാണ്. അവൾ ഇപ്പോൾ ചെയ്യുന്ന അറ്റാക്ക് അവൾ ചെയ്യുന്നത് ഒരു ലേസർ ബീം അറ്റാക്കാണ്. അത് നമ്മളുടെ മോഡിഫൈഡ് കണ്ണില്ലേ, നമ്മളുടെ സയന്റിഫിക് നിഞ്ച ടൂൾ, അത് യൂസ് ചെയ്തതിനാണ് അവൾ ചെയ്യുന്നത്. അങ്ങനെ നറൂട്ടോയ്ക്ക് നേരെ പെട്ടില്ല എന്ന് പറഞ്ഞു പോവാണ്. കവാക്കി പറയുന്നുണ്ട് ജസ്റ്റ് മിസ്, പെട്ടിരുന്നേൽ തീർന്നേനെ, കാരണം അവളുടെ കയ്യിലുള്ളതിൽ ടോപ്പ് റാങ്ക് ആയിട്ടുള്ള ഒന്നാണ് അതെന്ന്. പിന്നെ നറൂട്ടോനെ പിടിച്ചു വെച്ച് അവൾ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ നറൂട്ടോ നൈസിന് ക്ലീൻ ആയിട്ട് എസ്കേപ്പ് ആവുന്നുണ്ട്. അവിടേക്ക് വലിയൊരു ബ്ലാസ്റ്റ് തന്നെ നടക്കുന്നുണ്ട് ഈ അറ്റാക്ക് പെടുന്ന സ്ഥലങ്ങളിൽ കേട്ടോ. അങ്ങനെ നറൂട്ടോ ആണെങ്കിൽ അതിൽ നിന്ന് കൊതറി മാറിയൊക്കെ പോകുമ്പോൾ ഇവൾക്ക് ഭയങ്കര ദേഷ്യമാണ്. താനല്ലേ മാറോ എന്ന് പറഞ്ഞ് ഡ്രോണിനെ അവൾ പൊക്കി ഉയർത്താൻ തുടങ്ങുകയാണ്. ഇനി കവാക്കിനല്ല, ഞാൻ ബൊറൂട്ടോനെയും കൊല്ലും, ഹിമവാറിനെയും കൊല്ലും, തന്നെയും കൊല്ലുന്ന രീതിയിൽ അവൾ
മുകളിൽ നിൽക്കുകയാണ്. ആദ്യം നറൂട്ടോനെ അടിച്ചിടണം, അതിന് ഏറ്റവും നല്ലത് പിള്ളേരാണെന്ന് പറഞ്ഞങ്ങ് ദൂരെ നിൽക്കുന്ന പിള്ളേർക്ക് നേരെ അവൾ അറ്റാക്ക് ചെയ്യാണ്. അത് ആദ്യം നറൂട്ടോയ്ക്ക് നേരെ ലേസർ ബീം അറ്റാക്ക് ചെയ്തിട്ട് നറൂട്ടോയുടെ അടുത്ത് നിന്നും ആ ഒരു ഡ്രോണിനെ വെച്ച് ഇവൾ എന്ത് ചെയ്യാണ്, പിള്ളേർക്ക് നേരെ അറ്റാക്ക് ചെയ്യാണ്. ബൊറൂട്ടോ തെറിച്ചടിച്ച് വന്ന് നറൂട്ടോയുടെ അടുത്ത് വീഴാണ്. ഇവള് പോയിട്ട് പാഞ്ഞു ചെന്ന് ഹിമവാറിനെ പിടിച്ചെടുത്ത് വലിച്ച് പൊക്കുന്നുണ്ട്. ഹിമവാറിനെ പൊക്കിയിട്ട് പറയുന്നത് നിന്നെ ഞാൻ കൊല്ലും കുഞ്ഞെ എന്ന രീതിയിൽ എടുത്ത് പൊക്കാണ്. ഇത് കണ്ട ബൊറൂട്ടോ പറഞ്ഞു, തുടരുത് എൻ്റെ അനീറ്റിന്, നീ വെക്കവിടെ, നീ കളിച്ചതുപോലെ അല്ല ഇനി കളിക്കുന്നതെന്ന് ബൊറൂട്ടോ പറയുന്നുണ്ട്. നറൂട്ടോ ഇതാണ് പറഞ്ഞത്, എൻ്റെ മോളുടെ ദേഹത്തു നിന്ന് കൈയെടുക്കാൻ. അപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു, അയ്യോ അത്രയ്ക്കും രണ്ടുപേർക്കും നന്തോ, എന്നോ പിന്നെ ഇന്ന് വല്ലതും കാണിച്ചിട്ടുള്ള കാര്യമൊന്നും പറഞ്ഞ് ഹിമവാറിനെ പൊക്കിയേറിയാണ്. ഇത് കവാക്കി കാണുന്നുണ്ട്. കവാക്കി എങ്ങനെ രക്ഷിക്കും എന്ന് പറഞ്ഞ് നോക്കി നിൽക്കണം. അപ്പോൾ ഡെൽറ്റ ആണെങ്കിൽ ഹിമവാറിക്ക് നേരെ ആ ലേസർ ബീം അറ്റാക്ക് ചെയ്യാണ്. പെട്ടെന്ന് നറൂട്ടോ നമ്മളുടെ കുറാമ മോഡിൽ പാഞ്ഞ് അവിടെ ചെല്ലാണ്. കാരണം ആ സ്പീഡിൽ ചെന്നതുകൊണ്ട് തന്നെ ഹിമവാറിനെ പ്രൊട്ടക്ട് ചെയ്ത് കവർ ചെയ്ത് പിടിക്കാൻ പറ്റി. പക്ഷേ ആ ഒരു അറ്റാക്ക് നറൂട്ടോയ്ക്ക് നേരെ പെടുകയാണ്. അങ്ങനെ രണ്ടുപേർക്കും എന്തായി എന്നറിയാൻ വേദ ബൊറൂട്ടോ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്തോലും നിന്നെ ഞാൻ കൊല്ലൂടി എന്ന് പറഞ്ഞ ബൊറൂട്ടോ നിൽക്കുമ്പോഴാണ് ദേ കവാക്കിയോ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ബൊറൂട്ടോ നോക്കുകയാണ്. അതെ കവാക്കി തന്നെ. കവാക്കി പോയിട്ട് നമ്മളുടെ നറൂട്ടോനെയും ഹിമവാറിനെയും പ്രൊട്ടക്ട് ചെയ്തു. കവാക്കിയുടെ ഒരു കൈ തന്നെ പോയിട്ടുണ്ട്, അവൻ്റെ കൈ മുഴുവനായിട്ടും തന്നെ പോയിട്ടുണ്ട്. അത് കണ്ടിട്ട് ഇവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കവാക്കി ഇത്രയൊക്കെ ചെയ്യുമോ, അതൊന്നും ജിഗൻ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലായിരുന്നല്ലോ. നമ്മളുടെ ബൊറൂട്ടോയ്ക്കും എന്താ സംഭവം നടന്നതെന്ന് മനസ്സിലായിട്ടില്ല. പെട്ടെന്ന് പുകവെള്ളം മാറിയിട്ടാണ് ഈ സംഭവം അവൻ കാണുന്നത്. ബൊറൂട്ടോയും ഓടിച്ചെന്ന് കവാക്കി നീ എന്തിനാ അത് ചെയ്തേ, അത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയണം. അത് ചെയ്യേണ്ട ആവശ്യമില്ലെന്നോ, നിങ്ങളോട് ഒരുപാട് കടപ്പാട് എനിക്കുണ്ട്, അതൊന്നും എനിക്ക് ഒരിക്കലും നിലനിർത്താനായിട്ട് താല്പര്യമില്ല. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും അത് തീർത്തണമെന്ന് പറഞ്ഞ് നിന്നപ്പോഴാണ് ഈ ഒരു സാഹചര്യം വന്നത്. ഞാനിവിടുന്ന് കണ്ടപ്പോൾ തന്നെ പാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മളുടെ ഹൊക്കാഗെ വന്നത്. ഹൊക്കാഗയ്ക്ക് ഒന്നും പറ്റില്ലല്ലോ എന്ന് ചോദിക്കണം. കാരണം ഹൊക്കാഗെ ജീവനോടുള്ളിടത്തോളം കാലം എനിക്കോ നിനക്കോ ഹിമവാരിക്കോ ഒന്നും വരാൻ പോകുന്നില്ല. ഹൊക്കാഗയുടെ ജീവനാണ് നമുക്കിവിടെ പ്രധാനമെന്ന രീതിയിൽ നമ്മളെ കവാക്കി പറയാണ്. ഇവൻ പറഞ്ഞത് കേട്ടിട്ട് നറൂട്ടോയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അവൻ്റെ ഒരു കൈ തന്നെ നറൂട്ടോയ്ക്ക് വേണ്ടിയാണ് പോയമട്ട്. കവാക്കി എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് വെച്ചിട്ട് നമ്മളുടെ ഡെൽറ്റ നിൽക്കാണ്. ഇവിടെ വന്നാൽ സിമ്പിളായിട്ട് കവാക്കിനെ ഇവരുടെ കൂടെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് വെച്ചാണ് ഡെൽറ്റ വന്നത്. എല്ലാവരും കൂടെ ഒന്നുകൂടി നിൽക്കുന്ന കണ്ട് ഡെൽറ്റയ്ക്ക് കാര്യം ഒന്നും മനസ്സിലായില്ല. അവൻ്റെ കൈ പോയത് കണ്ടും ഇനി എന്ത് ചെയ്യും, അവൻ എങ്ങനെ പിടിച്ചുകൊണ്ട് പോകും, എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, ഇത് ജിഗർ അറിഞ്ഞാൽ എന്താവും എന്നൊക്കെ പറഞ്ഞ് ഡെൽറ്റ നിൽക്കുകയാണ്. നമ്മളുടെ കവാക്കിക്ക് റീജനറേഷൻ ഉണ്ടാവുന്നില്ല. കാരണം ഡെൽറ്റ എന്തിലിപ്പോൾ തൊടുന്നോ അതെല്ലാം മുഴുവനായിട്ടും കത്തി നശിക്കുന്നതാണ്. ഒരു കൈ തന്നെ മുഴുവനായിട്ട് ഇപ്പോൾ കത്തി നശിച്ചുപോയി. ഹിമവാരി കരയുന്നത് കണ്ട് നീ പിന്നെയും എനിക്ക് കടപ്പാടുണ്ടാക്കി വെക്കരുത് മോളെ എന്ന രീതിയിൽ അവളെ നോക്കുകയാണ്. എന്നാലും എന്തോ ഒരു ഫീൽ കവാക്കിക്കുള്ളിൽ വരുന്നുണ്ട്. അവൻ ഹാപ്പിയാണ് ഇപ്പോഴും. ഒന്നത് ഹൊക്കാഗെനെ പ്രൊട്ടക്ട് ചെയ്തു, പിന്നെ ഇവരുടെ കെയറിങ്. അങ്ങനെ ഇവിടെ കൂടെ നല്ലോണം ഡെൽറ്റ കാണിച്ചുകൊണ്ടാണ് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ. എനിക്ക് തോന്നുന്നു ഒരു വീഡിയോ കൂടെ അപ്ലോഡ്